welcome to 90 Plus India's first animated live tuition. So, എല്ലാരും എത്തിയല്ലോ? എത്തിയല്ലോ? Okay. Okay, അബ്രാമി, yes. അബ്രാമിക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുക ഫസ്റ്റ് തന്നെ. ഹായ് മാം, ലാസ്റ്റ് ക്ലാസ് അപ്പൊ തുടങ്ങുമല്ലേ? അതെ, അപ്പൊ എല്ലാരും ആ ക്യാമറയ്ക്ക് ഒന്ന് ഓൺ ചെയ്ത് വെച്ചേ, നിങ്ങളുടെയൊക്കെ മുഖം ഒന്ന് കാണട്ടെ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഒക്കെ ആണല്ലോ. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉണ്ടാവില്ല. നിങ്ങളുടെ ആ സുന്ദരമായ മുഖങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല. സോ എല്ലാരും നല്ല കുട്ടികളായിട്ട് ക്യാമറ ഓൺ ചെയ്തേ. ക്യാമറ ഓൺ ചെയ്തേ. നമുക്ക് യെസ്, ഓക്കെ. നിവേദിത, ഞാൻ എന്താ പറഞ്ഞേ? ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ്. എല്ലാരും നല്ല കുട്ടികളായിട്ട് ആ ക്യാമറയ്ക്ക് ഒന്ന് ഓൺ ചെയ്തേ. കൈലാസേ, സുഖല്ലേ? എന്തായി പഠിപ്പൊക്കെ? ഓക്കെ, അതെ അതെ, യെസ്, ഓഫ് കോഴ്സ് വൈബ് ആക്കാന്നൊക്കെ പറയുന്നുണ്ട്. ദോസ് മെമ്മറീസ് മിസ് ചെയ്യാറായോ? എക്സാം കൂടി കഴിയട്ടെ. അതെ അതെ അതെ, ബ്ലാക്കിലാണ് ഞാനിന്ന്. നിങ്ങൾ പോകുന്നതിന്റെ വിഷമത്തിൽ ഞാൻ ബ്ലാക്ക് ഒക്കെ ഇട്ട് വന്നിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ അവസാനത്തെ മാരത്തൺ സെഷൻ ആണ്. പ്ലസ് നമ്മൾ ഇന്ന് ഏതാ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ ചോയ്സ് ചാപ്റ്റേഴ്സ്, SS2 ചോയ്സ് ചാപ്റ്റേഴ്സ് ആണ്. ബാക്കി എല്ലാം പഠിച്ചു കഴിഞ്ഞു. അമൃത ഇപ്പഴേ കരച്ചിലൊക്കെ തുടങ്ങിട്ടോ. അമൃത ടവലൊക്കെ വെച്ച് കണ്ണൊക്കെ തുടക്കുന്നുണ്ട്. അമൃത സാരില്ല, വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, ജോഗ്രഫി ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. നമുക്കറിയാം SS2 ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? സോ ഇതില് ചാപ്റ്റർ 1 and 2 നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, എന്നാലും ഓക്കെ, 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ആൻഡ് എന്തുകൂടെ ഉണ്ട് ഇതിനകത്ത്? നമുക്ക് മാർക്ക് വന്നിട്ടുള്ളത് നമ്മുടെ മോഡൽ എക്സാം കൺസിഡർ ചെയ്യുവാണെങ്കിൽ മോഡൽ എക്സാമിന് 3+5 ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. 5 മാർക്കിന്റെ എസ്സേ പ്ലസ് ഒരു 3 മാർക്കിന്റെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 3+5 എന്നുള്ള ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, മോഡലിലാണ്. ഇതേ ഫോർമാറ്റ് തന്നെ നമുക്ക് നോർമലി ഫോളോ ചെയ്ത് കാണാറുണ്ട്. പിന്നെ 509 ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസും. ഇതിലും എങ്ങനെയായിരുന്നു? 4+4 എന്ന് പറയുന്ന ഫോർമാറ്റിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ് ഓർ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സിൽ നിന്ന് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. രക്ഷപ്പെട്ടു. യെസ് അഭിരാമി, കറക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എന്തായാലും നമ്മൾ സീസൺ ആൻഡ് ടൈമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ചാപ്റ്റർ പഠിച്ച ചൂസ് ചെയ്ത് എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഈ ചാപ്റ്റർ പഠിച്ച എത്ര പേരുണ്ട്? ഓക്കെ, അഭിനന്ദൻ ഉണ്ട് ഓൾറെഡി. ഓക്കെ, ഫൈൻ. യെസ്, ഓക്കെ. നിവേദിത, കുറച്ച് പേരുണ്ട് അല്ലേ? എടാ, ബാക്കിയെല്ലാം സെക്കൻഡ് ചാപ്റ്റർ ആണോ? ബാക്കി എല്ലാവരും സെക്കൻഡ് ചാപ്റ്ററാ? ഭീകരന്മാരെ. ഓക്കെ ഓക്കെ. കൈലാസ, നിന്റെ ലുക്കൊക്കെ മാറിയോ? 10ാം ക്ലാസ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഹെയർ സ്റ്റൈലൊക്കെ മാറിയല്ലോ. നിങ്ങൾ കുറെ പേര് മാറിയല്ലേ? കുട്ടികളൊക്കെ വലുതായി, എന്താ ചെയ്യാ? എന്റെ മുടി മാറിയ പോലെ അല്ലെ? എന്റെ മുടിക്ക് ഇത്ര ലെങ്ത് വന്നപ്പോഴത്തേക്ക് നിങ്ങളും കുറെ മാറിപ്പോയി. നിങ്ങൾ വലിയ ആൾക്കാരായ പോലെ. ഓക്കെ, അതെ, ഞാൻ മാറി അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സീസൺസ് ആൻഡ് ടൈം പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 5 മാർക്കിന് 3 മാർക്കിനാണ് നോർമലി അല്ല, നമ്മുടെ മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന 5 മാർക്കിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് the apparent movement of the sun in the basic course for occurrence of seasons. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് സീസൺസ് ഒക്കർ ചെയ്യാനുള്ള കാരണം apparent movement of the sun. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് apparent movement of the sun? ആൻഡ് മറ്റൊരു അതിന്റെ കൂടെ തന്നെ സബ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഓക്കെ, സോ അറിയാലോ എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് എഴുതണം. ഉത്തരായനവും ദക്ഷിണായനവും നമ്മൾ
കമ്പയർ ചെയ്ത് എഴുതണം. അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്താണ്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ട്, ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ടും തിരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദ സൺ ഷിഫ്റ്റ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ and Tropic of Capricorn. This is known as apparent movement of the sun. The apparent movement of the sun is due to the inclination of axis is the reason for the occurrence of season. നമുക്കറിയാം നമ്മുടെ എർത്തിന് എന്തുണ്ട്? ഒരു ചരിവുണ്ട് അല്ലെ? ആൻഡ് അത് മാത്രമല്ല നമ്മുടെ സൺലൈറ്റ് എങ്ങനെയാണ് ഓരോ ഭാഗത്തേക്കും ചരിഞ്ഞാണ് പതിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ആനിമേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, സോ എങ്ങനെയായിരുന്നു? ചരിഞ്ഞാണ്. ഇപ്പം ഇക്വേറ്ററിൽ ഡയറക്റ്റ് ആയിട്ടും രണ്ട് പോൾസിലോട്ടും ചരിഞ്ഞാണ് പതിക്കുന്നത്. സോ ഈ ഒരു റീസൺ കൊണ്ടൊക്കെയാണ് നമുക്ക് ഡിഫറെന്റ് സീസൺസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. So the apparent movement of the sun between Tropic of Cancer to Tropic of Capricorn results different season, spring, summer, autumn and winter. Okay, so ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് മാറി മാറി വരുന്നതായിട്ട് ഉണ്ട്. ആൻഡ് നമുക്ക് വരുന്നതാണ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ റിലേറ്റ് ചെയ്തിട്ട് തന്നെ വരുന്നതാണ് ഉത്തരായനം ദക്ഷിണായനം. ഉത്തരായനം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം, മുകളിലോട്ട് അല്ലെ? സോ ഫോളോയിങ് ദി വിന്റർ സോൾസ്റ്റിസ് the sun set its northward apparent movement. Okay, northward apparent movement from Tropic of Capricorn to Tropic of Cancer on 21st June. അപ്പോൾ Tropic of Capricornൽ നിന്ന് Tropic of Cancerലോട്ട് ഏറ്റവും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ആ ഒരു apparent മൂവ്മെന്റിനെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. That is northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is termed as ഉത്തരായനം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡ്യൂറേഷൻ, ഡേയുടെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും? The duration of the day in the northern hemisphere gradually increases during this period. Okay, duration of the day എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം ദക്ഷിണായനം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഡിസംബർ 22 ആ സമയത്താകുമ്പോൾ ഫോളോയിങ് ദി സമ്മർ സോൾസ്റ്റിസ് സൗത്ത്വാർഡ് അപ്പാരന്റ് മൂവ്മെന്റ് സംഭവിക്കുകയാണ്. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് തിരിച്ച് ആര് വരുവാണ്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ട് സൂര്യന്റെ മൂവ്മെന്റ് നടക്കുകയാണ്. സോ അതാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, ഉത്തരായണം ദക്ഷിണായനം കുറെ തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, യെസ്, അത് തന്നെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What do you mean by parallelism of axis? How does it cause seasons? സെയിം ആണ്, പാരലലിസവും ഇതൊക്കെ കണക്റ്റഡ് ആണ് അല്ലെ? സോ ഇത് 3 മാർക്കിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 8 മാർക്സിൽ 5+3 എന്ന് പറയുന്ന ഫോമാറ്റിലാണ് വരുന്നതെങ്കിൽ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം അല്ലെ? സോ എന്താണ് പാരലലിസം ഓഫ് ആക്സിസ്? The earth maintains tilt throughout its revolution. നമുക്കറിയാം എർത്തിന് എന്തുണ്ട്? ഒരു ചരിവുണ്ട്. അത് ഇത് റെവല്യൂഷന്റെ സമയത്ത് ആ ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എർത്ത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് parallelism of Earth's axis. So the axis of the Earth is tilted at an angle of 66.5 degree from orbital plane. Orbital plane നിന്ന് 66.5 degree ആണ് നമ്മുടെ എർത്തിന്റെ ചെരിവെങ്കിൽ vertical planeലോട്ട് വരുമ്പോഴോ 23.5 degree ആയിരിക്കും ഈ ഒരു ടിൽറ്റ് എന്ന് പറയുന്നത്. The apparent movement of the sun is due to the inclination of axis is the reason for occurrence of different seasons like spring, summer, autumn, winter. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, സോ ഇങ്ങനെയാണ് സീസൺസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പാരലലിസം എങ്ങനെയാണ് അത് സീസൺസിലേക്ക് മാറുന്നത്, എങ്ങനെയാണ് സീസൺ ഉണ്ടാവുന്നത്, ഉത്തരായനം ദക്ഷിണായനം ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Other question, mention the days on which sun rays fall vertically on the following latitudes. Also mention the peculiarities of these days. ഇത് 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെ വേണമെങ്കിലും വരാം. സോ സൺ റേസ് വേർട്ടിക്കലി ഈക്വേറ്ററിലോട്ട് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ ലാറ്റിറ്റ്യൂഡ്സിലോട്ട് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്? ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട് വരുമ്പോൾ ഈ ഡേയ്സിന്റെ ഒക്കെ പെക്യുലാരിറ്റി എന്താണെന്നാണ് കമന്റ് ചെയ്തോ. ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇക്വേറ്ററിലോട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഇക്വേറ്ററിലോട്ട് വരുമ്പോഴാണ് ഏതൊക്കെ ഡേറ്റാ? മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പൊ നമുക്ക് ആകെ 3 ഡേറ്റ്സും 4
മന്ത് ആണ് പഠിക്കാനുള്ളത് അല്ലെ. സോ അതിൽ മാർച്ച് 21 സെപ്റ്റംബർ 23 ഇക്വേറ്ററിന്റെ നേരെയാണ്. സോ അതിന് നമ്മൾ എന്താ വിളിച്ചേ? ഇക്വിനോക്സസ് എന്താ വിളിച്ചേ? അതായത് the length of the day and night will be equal. Okay, equator equal, so length of day and night will be equal. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ട് വരികയാണെങ്കിൽ ജൂൺ 21 ഓക്കെ, അവിടെ സമ്മർ സോൾസ്റ്റൈസ് ആണ്. ലോങ്സ്റ്റ് ഡേ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. Okay, longest day in the northern hemisphere and the longest night in the southern hemisphere. ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട് വരുമ്പോഴോ ഡിസംബർ 22 ആണ്. വിന്റർ സോൾസ്റ്റൈസ് ആണ്. ലോങ്സ്റ്റ് ഡേ ഇൻ ദി സദർൺ ഹെമിസ്ഫിയർ ആൻഡ് ദി ലോങ്സ്റ്റ് നൈറ്റ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഇതൊക്കെയാണ് ആ ഡേയ്സിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആഹാ, യൂട്യൂബിൽ കുറെ കമന്റ് ഉണ്ടല്ലോ. അർജുൻ, വിഷ, മുഹമ്മദ് മുബഷിർ, എല്ലാവർക്കും ഹായ് ഹായ്. അവർ തന്നെ ഇങ്ങനെ കുറെ ഹാർട്ടൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, ആ കുറച്ചു പേര് ക്യാമറ, ഗൗരിയൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. 2 ഗൗരിമാരുടെ ക്യാമറ ഓൺ അല്ലല്ലോ. ആ, എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ. ലാസ്റ്റ് ക്ലാസ് അല്ലേ, എല്ലാരും എനിക്ക് കാണണ്ടേ. ആ യെസ്, അതെനിക്കറിയാം അഭിരാമി, അങ്ങോട്ട് പോണ്ട. ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, അല്ലെങ്കിൽ മോഡൽ വെച്ച് നോക്കുമ്പോൾ വരാൻ ചാൻസ് കുറവാണ്. എന്നാലും സെയിം കാര്യം നമ്മൾ ആ 3 days റിലേറ്റ് ചെയ്തിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ മുന്നേ. സോ നമുക്ക് ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. മാർച്ച് 21 ഇക്വേറ്ററിലാണ്. നമ്മൾ ആ ഡേയുടെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇക്വിനോക്സ് എന്നാണ് അല്ലെ. ആൻഡ് ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണുള്ളത് സമ്മർ സോൾസ്റ്റൈസ്. ഓക്കെ, സെപ്റ്റംബർ 23 ഇക്വേറ്റർ ആണ്. സെയിം ഇക്വിനോക്സ് തന്നെയാണ്. ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്. വിന്റർ സോൾസ്റ്റൈസ് ആണ്. അപ്പം പെക്യുലാരിറ്റി ഓഫ് ദി ഡേ ഒക്കെ പഠിക്കാൻ നമുക്ക് ഈ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ 3 കാര്യങ്ങളും, അതായത് സൺറൈസ്, ഈ 3 ലാറ്റിറ്റ്യൂഡിലും വരുന്ന കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ സമ്മർ സോൾസ്റ്റൈസ് ആൻഡ് വിന്റർ സോൾസ്റ്റൈസ്. ഈ 2 ഡേയ്സിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ദ സൺ വിൽ ബി വെർട്ടിക്കലി എബവ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൺ ജൂൺ 21. ജൂൺ 21 നമ്മുടെ സൺ എവിടെയായിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ വെർട്ടിക്കൽ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഈ ഡേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ആൻഡ് ശ്രദ്ധിക്കണം, സമ്മർ സോൾസ്റ്റൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. Okay, on this day the northern hemisphere experience its longest day and shortest night. അപ്പോൾ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ നടക്കുന്നുണ്ടാവുക. ഓക്കെ, ഷോർട്ടസ്റ്റ് ഡേയും ലോങ്സ്റ്റ് നൈറ്റ് ആയിരിക്കും. അങ്ങനെ ഇനി വിന്റർ സോൾസ്റ്റൈസ് പറയുമ്പോൾ ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കും മാറുണ്ടാവുക, സൺറൈസ് പതിക്കുന്നുണ്ടാവുക. സോ ഈ ഡേ ആണ് എന്ത്? വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. Again നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഷോർട്ടസ്റ്റ് ഡേയും ലോങ്സ്റ്റ് നൈറ്റും ആയിരിക്കും. സോ ഈ 2 ഡേയ്സിന്റെ പെക്യുലാരിറ്റീസ് 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർക്കാൻ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്ത് ഓർത്ത് വെച്ച് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനൊന്നുമില്ല. നമ്മുടെ ആ ഒരു സിസ്റ്റം, ആ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് വിന്റർ സോൾസ്റ്റൈസ് ആയാലും സമ്മർ ഞാൻ തൊട്ട് മുന്നേ കാണിച്ച ടേബിളില്ലേ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്താന്ന് വെച്ചാൽ ലൈക്ക് ഓരോന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണ് ഇക്വിനോക്സ്, ഏതൊക്കെയാണ് ആ സമ്മർ സോൾസ്റ്റൈസ്, ഏതൊക്കെ ഡേയ്സിലാണ് വിന്റർ സോൾസ്റ്റൈസ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എസ് ഏതാ ചാൻസ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പറഞ്ഞു തരില്ല ഞാൻ. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തല്ലേ. വരാം, ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇനി ലിസ്റ്റ് ഔട്ട് ദി മേജർ സീസൺസ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ദം. നമുക്ക് എസ് ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മേജർ സീസൺസ് ഏതൊക്കെയാണെന്നും അതിൽ ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഏതൊക്കെയായിരുന്നു സീസൺസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഏതൊക്കെ സീസൺസ് ആണ്? ഏതൊക്കെയാ സീസൺസ്? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. SSAW. ഓക്കെ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ ആണ്. ഇതിനകത്ത് നമുക്ക് ഒരു ടേബിൾ പഠിക്കാനുണ്ട് അല്ലെ. ഈ ഒരു ടേബിളിലെ ഈ ഒരു ടേബിളിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സീസൺസ് മാറി മാറി വരുന്നതെന്ന്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും കൺഫ്യൂഷൻ ആവാനോ ഒന്നുമില്ല. നമ്മളൊരു പെയർ ആക്കിയിട്ടുണ്ട് അല്ലെ. എപ്പോഴും സ്പ്രിങ്ങും ഓട്ടോ ആയിരിക്കും പെയർ, സമ്മറും വിന്ററും ആയിരിക്കും പെയർ ആയി കിടക്കുന്നുണ്ടാവുക. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയർ സ്പ്രിംഗ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ
സമ്മർ ആവാൻ ചാൻസ് ഇല്ല. എന്തേ വരുള്ളൂ? ഓട്ടം മാത്രമേ വരുള്ളൂ. സോ അവരിങ്ങനെ പെയർ ആയി കിടക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സദേൺ ഹെമിസ്ഫിയറും അതിനനുസരിച്ച് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോ സീസൺസിലോട്ട് പോവാണെങ്കിൽ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പ്രിംഗ് സീസൺ എപ്പോഴാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ നമ്മുടെ സൂര്യന്റെ അപ്പാരന്റ് പൊസിഷൻ എങ്ങോട്ടാ പോവാ? ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ട് മൂവ് ചെയ്യും. സോ അപ്പോഴാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? സ്പ്രിംഗ് സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിന്റെ കുറെ ഡീറ്റെയിലിംഗ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? സ്പ്രിംഗ് വേഴ്സസ് ഓട്ടം നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഫ്രം ജൂൺ 21 ടു സെപ്റ്റംബർ 23 ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് തിരിച്ച് ആര് ഇക്വേറ്ററിലോട്ട് വരുവാണ്? നമ്മുടെ സൂര്യൻ മൂവ് ചെയ്ത് വരികയാണ്. ആൻഡ് അപ്പോഴാണ് ഈ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തുണ്ടാവുക? സമ്മർ സീസൺ ഉണ്ടാവുക. ഇനി ഇക്വേറ്ററിൽ നിന്ന് നേരെ താഴേക്ക് പോവാണ്. എങ്ങോട്ട്? സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കാണ് സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസൺ ആണ്? ഓട്ടം സീസൺ ആണ്. ആൻഡ് ഈ ഡിസംബർ 22 മാർച്ച് 21 വരെയുള്ള പീരീഡിൽ വീണ്ടും തിരിച്ച് സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് തിരിച്ച് ഇക്വേറ്ററിലോട്ട് വരുവാണ്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലെ വിന്റർ സീസണും ആയിരിക്കും. ഓക്കെ, സോ ഈ ടേബിൾ തന്നെയാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. ഏത് സീസൺ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഇനി 2 ഓഫ് ദെം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നമുക്ക് ആരുണ്ട്? സ്പ്രിംഗ് സീസണും സ്പ്രിംഗും ഓട്ടവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് എഴുതാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സാമിന്, ഈ കഴിഞ്ഞ എക്സാമിന് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? മോഡൽ എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. സ്പ്രിംഗ്, അതെ, സ്പ്രിംഗ് സീസൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സോ നോർമലി കമ്പയറിംഗ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം എന്ന് ചോദിക്കാറുണ്ട്. സ്പ്രിംഗ് സീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട്, ഓട്ടം സീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അപ്പൊ 3 മാർക്കിനോ 5 മാർക്സിനോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതിന് നമുക്ക് ഈ ടേബിൾ മതി അല്ലെ? സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് മീൻസ് സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. ഓക്കെ, വിന്ററിൽ നിന്ന് സമ്മറിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സീസൺ ആണ് സ്പ്രിംഗ് സീസൺ. ആൻഡ് സീസൺ ഓഫ് സ്പ്രൗട്ടിംഗ് പ്ലാന്റ്സ്, ബ്ലൂമിംഗ് മാംഗോ ട്രീസ്, ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? സ്പ്രിംഗ് സീസണിലാണ് നടക്കുന്നത്. ആൻഡ് മാർച്ച് 21 ആൻഡ് ജൂൺ 21 ഈസ് ദ സ്പ്രിംഗ് സീസൺ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏതൊക്കെയാണ് ഡേയ്സ്? മാർച്ച് 21 ടു ജൂൺ 21 ആണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓട്ടം സീസണിലോട്ട് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുക? സമ്മറിൽ നിന്ന് വിന്ററിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ചൂടുകാലത്ത് നിന്ന് തണുപ്പ് കാലത്തിലോട്ടാണ് പോകുന്നത് അല്ലെ? സോ സമ്മർ ടു വിന്റർ ആണ് ഓട്ടം സീസൺ. സോ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഓട്ടം സീസൺ. ആൻഡ് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ട്രീസ് അവരുടെ ലീവ്സ് ഷെഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെപ്റ്റംബർ 23 ആൻഡ് ഡിസംബർ 22 ഇസ് ദ ഓട്ടം സീസൺ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സോ അതെ, 5 മാർക്കിന് ലോക്കൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈമിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ? അതല്ലേ വന്നേ? യെസ്, ഐ നോ. ഞാൻ ഇതൊക്കെ നോക്കി പഠിച്ചിട്ടാ വന്നിരിക്കുന്നേ. ഓക്കെ, കണക്കുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് സ്പ്രിംഗ് ചോദിച്ച സ്ഥിതിക്ക് ഓട്ടം, സ്പ്രിംഗിന് ഒരു കമ്പനി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ആനുവൽ എക്സാമിന് എന്ത് ചോദിക്കാം? ഓട്ടം സീസൺ ചോദിക്കാം അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ടേബിൾ ഫോർമാറ്റ് ആണ്. കമ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, കമ്പയർ ചെയ്ത് എഴുതുകയല്ലേ. സോ അതർവൈസ് നിങ്ങൾക്ക് നോട്ട് എഴുതാനൊക്കെ പറഞ്ഞാണെങ്കിൽ ഈ ഫോർമാറ്റിൽ എഴുതണമെന്നില്ല. ഓക്കെ ഗൗരി? ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഏതിലൊക്കെയാ? ലോക്കൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ഈ ലോക്കൽ ടൈമും സ്റ്റാൻഡേർഡ് ടൈമും നമുക്ക് ഓൾറെഡി മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്രീനിച്ചോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ? സോ നമുക്ക് നോക്കാം. അപ്പൊ ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ
നമ്മുടെ സൂര്യൻ എവിടെയാണോ, ഓക്കെ, സൂര്യൻ, the sun is vertically overhead, it is noon. The time estimated at each place based on the apex position of the sun is termed as local time. അപ്പോൾ സൂര്യന്റെ apex position ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത്, ലോക്കൽ ടൈം ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ലോക്കൽ ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? എന്തായിരുന്നു സ്റ്റാൻഡേർഡ് ടൈം? The longitude that passes almost through the middle of the country is selected as the standard meridian of that country. അതായത് നമുക്കറിയാം നമ്മുടെ എന്താണ് ഏതൊരു രാജ്യത്തിനും നമുക്ക് ഒരു ലോക്കൽ ടൈം എല്ലാം ഉണ്ടാവും അല്ലെ. സോ നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും ഏറ്റവും മിഡിലൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡില് എപ്പോ സൂര്യൻ എത്തും, ഓക്കെ, എപ്പോഴാണ് ലോക്കൽ ടൈം ആവുന്നത്, അതായിരിക്കും ആ രാജ്യത്തിന്റെ മൊത്തം ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ കേസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ കണ്ടല്ലോ, 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, വിച്ച് മീൻസ് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സൺലൈറ്റ് എത്തുന്നത് പല രീതിയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ലോക്കൽ ടൈം ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ടൈം വേണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ടൈമിന്റെ ഇമ്പോർട്ടൻസും അതാണ്. ഓക്കെ, അപ്പൊ എല്ലാ രാജ്യങ്ങളിലും പല രീതിയിലാണ് ലോക്കൽ ടൈം വരിക. സോ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇപ്പൊ ട്രെയിൻ ടൈം ആയാലും ടൈമിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ ഡിഫറെന്റ് ആയി മാറും. ഒരു രാജ്യത്ത് തന്നെ പലതരത്തിലുള്ള ടൈം വരും. സോ അങ്ങനെയുള്ള ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഏത് ലോഞ്ചിറ്റ്യൂഡിലാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ അല്ലേ? ഈ 3 കോൺസെപ്റ്റുകളും ക്ലിയർ ആയിരുന്നില്ലേ? ഓക്കെ അല്ലേ? എന്ത് ക്ലിയർ ആവാനല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചു. മിസ് പറ അടുത്ത ക്വസ്റ്റ്യൻ എന്നൊക്കെ. ഓക്കെ, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? എക്സ്പ്ലെയിൻ ഹൗ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇസ് ഡിറ്റർമൈൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്നും ആൻഡ് എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമൈൻ ചെയ്യുന്നതും. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? ഓരോ രാജ്യത്തിലെയും പല രീതിയിലുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് കടന്നു പോകുന്നുണ്ട്. സോ ഏറ്റവും മിഡിൽ ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ആൻഡ് എന്താണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ നമ്മൾ ഏറ്റവും മിഡിൽ ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് ഫിക്സ് ചെയ്തു. അവിടുത്തെ ലോക്കൽ ടൈം ആണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനും എന്ത് ചെയ്യാം, ചോദിക്കാം. 3 മാർക്കിനും വരാം. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഏതായിരുന്നു ആ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ 3 മാർക്കിന് ഇത് 3ഉം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണമെങ്കിൽ വരാം. ലോക്കൽ ടൈമും സ്റ്റാൻഡേർഡ് ടൈമും ഒക്കെ ഓൾറെഡി ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെയും ഒക്കെ ചോദിക്കാം അല്ലെ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ സെയിം പാറ്റേണിൽ ചോദിച്ചതാണ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? മെൻഷൻ ദി ലോഞ്ചിറ്റ്യൂഡ് ബേസ്ഡ് ഓൺ വിച്ച് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ എസ്റ്റിമേറ്റഡ്. ഏതാണ് ലോഞ്ചിറ്റ്യൂഡ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. സിഗ്നിഫിക്കൻസും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പല രീതിയിൽ 3 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റാൻഡേർഡ് ടൈം. ഓൾറെഡി ചോദിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഗ്രീനിഷ് മെറിഡിയൻ ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ. വൈ? എന്തുകൊണ്ടാണ് ഈ ഗ്രീനിഷ് മെറിഡിയൻ പ്രൈം മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദി ഗ്രീനിഷ് ലൈൻ. അപ്പൊ നമുക്കറിയാം വേൾഡ് വൈഡിലെ ടൈം ഒക്കെ ഈ ഗ്രീനിഷ് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഹെൻസ് ദിസ് ലൈൻ ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ. ദ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് is known as the Greenwich meridian. Okay, 0 degree longitude ലാണ് ഇത് കിടക്കുന്നത്. That's why ഇതിനെ എന്താ വിളിക്കുന്നത്? Prime meridian. Okay, so the local time at the prime meridian is known as Greenwich mean time. ഈ GMT ഒക്കെ എസ്സേ ചോദിക്കാറുണ്ട്. GMTയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എസ്സേ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എസ്സേ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് നിങ്ങളുടെ മിഡ് ടേം എക്സാമിനോ അല്ലെങ്കിൽ മുന്നത്തെ മിഡ് ടേം എക്സാമിനൊക്കെ അതൊക്കെ എസ്സേ വന്നിട്ടുണ്ടല്ല. മിഡ് ടേം അല്ല, ഫസ്റ്റ് ടേം എക്സാം അല്ലേ വന്നിട്ടുണ്ട്. യെസ്. അപ്പൊ അതൊക്കെ മേ ബി നമ്മുടെ ഈ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ 3 മാർക്ക് ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെ? elucidate the characteristic features of international dateline. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ? അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിന്. ഇത് എത്ര മാർക്കിനാ? 3 മാർക്കിന് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ചോദിച്ചിരിക്കുന്നത് elucidate the characteristic features of international date line എന്നാ. അതേസമയം വേറൊരു ക്വസ്റ്റ്യൻ 5 മാർക്സിന് ചോദിച്ചതാണ്, വാട്ട് ഈസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, വാട്ട് ഈസ് international date line and explain the peculiarity of this line with reason. Okay,
and estimate the time at international dateline when the Greenwich Mean Time is 12 noon. ടൈം കാൽക്കുലേഷൻ, എനിക്ക് തോന്നുന്നു മോഡലിൽ ടൈം കാൽക്കുലേഷൻ വരാത്തത് കൊണ്ട് ടൈം കാൽക്കുലേഷൻ വരില്ല എന്നാണ്. ടൈം കാൽക്കുലേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ, എല്ലാം സെറ്റ് അല്ലേ. നമുക്ക് നോക്കാം, മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, അതെ അതെ അതെ, പാവം കുട്ടികളല്ലേ, അഭിരാമി പറയാ അവർക്ക് എന്ത് വേണേലും ചോദിക്കാലോ, പാവം ഞങ്ങളല്ലേ എക്സാം എഴുതുന്നേ. അതെ, സാരില്ല പോട്ടെ, ഈ വിഷമൊക്കെ എക്സാം കഴിയുമ്പോൾ മാറിക്കോളും അല്ലെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നാളെ ഉച്ചയ്ക്ക് ഒരു 12:30 ആവുമ്പോ എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇനി പഠിക്കണ്ട നിങ്ങള്, നാളെ തൊട്ട് പഠിക്കണ്ട, നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യില്ല, പഠിക്കുന്നു അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ മീൻസ് നിങ്ങൾക്ക് ഒന്നും മിസ്സാക്കാൻ, നിങ്ങൾക്ക് IPL കാണാം, ബിഗ് ബോസ് ആണെങ്കിൽ ബിഗ് ബോസ് കാണാം അല്ലേ, ആരും ഒന്നും പറയാൻ പോണില്ല. അത് ചിന്തിച്ച് ഇന്ന് ഒന്ന് ഇത്തിരി കഷ്ടപ്പെട്ട് പഠിക്കും. ലാസ്റ്റ് എന്താ പറയാ, എന്തായിരുന്നു, അണയാൻ പോകുന്ന തീ ആളിക്കത്തെന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് ആളിക്കത്തിക്ക് കേട്ടോ. ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ദ ലൈൻ 180 degree longitude to the east and west of Greenwich is known as international date line. Okay, and there is a difference of 24 hours on both sides of 180 degree longitude. Okay, appo nammal kore time zone inde karyam pannittundayirunnu alle. Okay, and the line is in which a way that it passes through Bering Strait in Pacific Ocean and avoids some inhabited islands. And so travelers who cross 180 longitude from the east to the west calculated time by advancing 1 day. The traveler who cross the line from the west to east deduct 1 day. ഇത് നമ്മൾ ടൈം കാൽക്കുലേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗ്രീനിഷ് ലൈനിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും, വെസ്റ്റിലോട്ട് പോകുമ്പോൾ ഡിഡക്ട് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് 180 degree longitude. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആയി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എസ്റ്റിമേറ്റ് ദ ടൈം അറ്റ് വിച്ച് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ when the Greenwich Mean Time is 12 noon. എത്രയായിരിക്കും? ഗ്രീനിച്ച് മീൻ ടൈം 12 noon ആണെങ്കിൽ, ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ അവിടുത്തെ ടൈം എത്രയായിരിക്കും? യെസ് നിവേദിത, വെരി ഗുഡ്, 12 AM ആയിരിക്കും അല്ലെ. 12 AM midnight. 12 AM midnight ആയിരിക്കും. ഓക്കെ, മിഡ് നൈറ്റ് ടൈം വേണം ടൈം വേണം, മിഡ് നൈറ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷെ ടൈം വേണം അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇതാണ് നിങ്ങളുടെ മിഡ് ടേം എക്സാമിന്റെ, മിഡ് ടേം അല്ലടാ, ഫസ്റ്റ് ടേം എക്സാമിന്റെ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സ്പ്ലെയിൻ ദ ഗ്രീനിച്ച് മീൻ ടൈം ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇത് രണ്ടും എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഷോർട്ട് എസ്സേ ആയിട്ട്, മീൻസ് 5 മാർക്കിന്റെ എസ്സേ ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എന്താണ് ഗ്രീനിച്ച് മീൻ ടൈം? ദ 0 degree longitude is known as Greenwich meridian. Okay, and time is calculated worldwide is based on Greenwich line. Already പറഞ്ഞു കഴിഞ്ഞു. Okay, so the line is also known as prime meridian. The local time at the prime meridian is known as Greenwich mean time. ഈ prime meridian ലെ local time നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Greenwich mean time എന്ന് വിളിക്കുന്നത്. And based on the Greenwich line, the world is divided into 24 zones, each with the time difference of 1 hour. And these are known as time zone. ഈ time zone നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു 50 ഡിഗ്രിയിലും 1 hour ടൈം കാൽക്കുലേഷനിലും നമ്മൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഗ്രീനിച്ച് ലൈൻ. എന്താണ് ഗ്രീനിച്ച് മീൻ ടൈം? എന്താണ് ഗ്രീനിച്ച് മീൻ ടൈം? പ്രൈം മെറിഡിയനിലെ ലോക്കൽ ടൈമിനെയാണ് നമ്മൾ ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദ 82.5 degree ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ലോഞ്ചിറ്റ്യൂഡിലെ ലോക്കൽ ടൈം ആണ് ഇന്ത്യയിലെ കോമൺ ടൈം എന്ന് പറയുന്നത്. സോ ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം എസ് ഒക്കെ അല്ലേ, സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരിക. ഓക്കെ, അബ്ദുൽ ഹാദി ഹലോ. ഓക്കെ, ലെറ്റ്സ് യു ഹായ്. ഓക്കെ ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ Which longitude is considered as the standard meridian of India? Estimate the standard time of India when it is 12 midnight at Greenwich. Time calculation ഒരു question. Maybe ഒരു 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ
മേ ബി ഒരു 3 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ. ധീരജ് ചോദിക്കുകയാണ്, മിസ് ജോഗ്രഫിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 5 നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ സെയിം പാറ്റേൺ പോലെ ആയിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക. അപ്പൊ 5 മാർക്സിന്റെ ഒരു എസ്സേ പ്ലസ് ഒന്നാമത്തെ ചാപ്റ്ററിലെ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്ററിലെ 3 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ടൈം ഒക്കെ വന്നല്ലോ. 5:30 AM ആണോ? എങ്ങനെ കിട്ടിയത്? നമുക്കറിയാം ഏത് ലോഞ്ചിറ്റ്യൂഡാ നമ്മൾ കാണുന്നത്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 midnight at ഗ്രീനിച്ചില് 12 മണിയാവുമ്പോ. ഓക്കെ, മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ 12. ഇപ്പൊ ഗ്രീനിച്ച് ഇതാണ് 0 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഗ്രീനിച്ചില് 12 മണി AM ആണ്. 12 AM ആണെങ്കിൽ ഇന്ത്യ ഈസ്റ്റ് ഭാഗത്താണ് അല്ലെ? ഈസ്റ്റിലാണ് 82.5 ഡിഗ്രി ഈസ്റ്റിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പൊ ഇത് തമ്മിൽ ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്നാ നമ്മൾ പഠിച്ചേ? ഒന്ന് കമന്റ് ചെയ്തേ. അത് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കാൽക്കുലേഷനും എല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ധീരജ്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഓക്കെ, 5.5 അല്ലെ? 5.5 മണിക്കൂറാണ്. അപ്പൊ പിന്നെ എത്രയായിരിക്കും? 5.5 ആയിരിക്കും അല്ലെ? 5:30 AM or PM? 5:30 AM or PM? 5:30 hours ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ടൈം വരുന്നുണ്ടാവുക? AM. 5:30 AM ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റ് ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം when it is 9:30 in Greenwich. ഗ്രീനിച്ചില് 9:30 ആകുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയായിരിക്കും എന്നാണ്. അപ്പൊ നമുക്കറിയാം ഗ്രീനിച്ചില് 9:30 ആയിരിക്കുന്നു. ഇന്ത്യയിൽ എത്ര? ഇതാണ് കാണേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാം ഇന്ത്യയും ഇതും തമ്മിൽ എത്രയുണ്ട്? 5.5 അല്ലെ? 5.5 അവേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 9:30 5.5 ആഡ് ചെയ്താ പോരെ? അപ്പൊ എത്രയാ വരിക? വേഗം കമന്റ് ചെയ്തേ. ധീരജ്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഷെടാ, നീ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യില്ലേ? ഓക്കെ, 2 PM എന്ന് പറയുന്നുണ്ട്, 3 PM എന്ന് പറയുന്നുണ്ട്. എല്ലാരും കമന്റ് ചെയ്തേ. എത്രയാ? 3 PM ആണ്. 9:30 5:30 ആഡ് ചെയ്താൽ പോരെ? 5:30 hours ആഡ് ചെയ്താൽ അത് 3 PM ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദി ടൈം അറ്റ് വിച്ച് when it is 4 PM on Wednesday in India? ഇന്ത്യയില് 4 PM വെനസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീനിച്ചില് ടൈം എത്രയാണെന്നാണ്. അപ്പൊ നമ്മൾ ഇനി ബാക്കിലോട്ട് പോവാണ്. ഇത് ഇന്ത്യ, ഇവിടെ ഗ്രീനിച്ച്. ഓക്കെ, 82.5 ഡിഗ്രി ഈസ്റ്റിൽ നിന്ന് ഈ വെസ്റ്റ് ഭാഗത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ 4 PM ആണ്. ഇന്ത്യയില് 4 PM അല്ലേ? ഇന്ത്യയില് 4 PM ആണ്. അങ്ങനെയാണെങ്കിൽ അതല്ല, കബീർ കെം. കബീർ ഈസി എസ് എ ചാപ്റ്റർ അല്ലേ? എസ് എ ചാപ്റ്റർ ഇതൊക്കെ സീസൺ ആൻഡ് ടൈം ഉണ്ടാവും. അല്ലെങ്കിൽ മോൻ ചൂസ് ചെയ്തിട്ടുള്ള ഏതായിരുന്നു? ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് എന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഏതൊക്കെയാ ചാപ്റ്റേഴ്സ്? 1 and 2. SS1 1 and 2 ചാപ്റ്റർ. റവല്യൂഷനും അതേപോലെ വേൾഡ് ഇൻ ദി 20th സെഞ്ചുറി എന്നും ഉണ്ടാവും എസ്. ഓക്കെ, എത്ര കിട്ടിയേ? 10:30 ഉണ്ട്, 11:30 ഉണ്ട്. നീ കാൽക്കുലേറ്റ് ചെയ്യണ്ട? ഉണ്ട്, കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഏതാ? 4 PM വെനസ്ഡേ ആവുമ്പോൾ ഗ്രീനിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? 4 PM നമ്മൾ ഡിഡക്ട് ചെയ്യാൻ വേണ്ട അല്ലെ? നമ്മൾ വെസ്റ്റിലോട്ടാണ്, നേരെ ഇപ്പുറത്തെ സൈഡാണ് ഗ്രീനിച്ചിലോട്ട് പോകുമ്പോൾ ആ 5:30 ഡിഡക്ട് ചെയ്യുമ്പോൾ 10:30 AM ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലോക്കൽ ടൈം? ലോക്കൽ ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എസ്റ്റിമേറ്റ് ദ ടൈം അറ്റ് വിച്ച് ദ ഫോളോയിങ് ലോഞ്ചിറ്റ്യൂഡ്സ് അസ്യൂമിംഗ് ദ ഗ്രീനിച്ച് ടൈം ഈസ് 10 AM. അപ്പൊ ഗ്രീനിച്ചില് 10 AM ആണ്. ഗ്രീനിച്ച് 0 ഡിഗ്രി 10 AM ആണ് കേട്ടോ, 10 മണി.
അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രി ഈസ്റ്റിലും ഓക്കെ 45 ഡിഗ്രി ഈസ്റ്റിലും 30 ഡിഗ്രി വെസ്റ്റിലും സമയം കാൽക്കുലേറ്റ് ചെയ്യണം, ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഇത് എങ്ങനെയാ പഠിച്ചേ? ഓർമ്മയുണ്ടോ? നമുക്കിത് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഓരോ 15 ഡിഗ്രിയിലും 1 അവർ വെച്ചിട്ടാണ് ഉണ്ടാവുക. സോ എന്ത് ചെയ്താൽ മതി? 45 ഡിഗ്രീനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? പറ. 45 ഡിഗ്രീനെ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. യെസ്, 45 ഡിഗ്രീനെ അല്ലെങ്കിൽ 45നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 3 hours, റൈറ്റ് അല്ലേ? 3 അല്ലേ? 15 ആവും. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 അല്ലേ കിട്ടുന്നേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഒരു ഈസ്റ്റിലെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി, റൈറ്റ്? അപ്പൊ 10നോട് 3 hours ആഡ് ചെയ്യാണോ വേണ്ടേ? ആണോ? അങ്ങനെയാണോ? 1 PM. യെസ്, അപ്പോ ഇവിടെ എന്താ വരിക? 1 PM ആണ് വരിക അല്ലെ? 1 PM ആണ് വരിക. അതേപോലെ ഇവിടെ 30 വെസ്റ്റ് ആണ്. അപ്പോ 30/15 ചെയ്യുമ്പോൾ 2 hours ആണ് വരിക. 13/15 2 hours ആണല്ലേ വരിക. അപ്പൊ 2 hours നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെസ്റ്റ് ആണ് 10 മണിയാണ്, 10 മണി AM ആണ്, 10 AM ആണ്. വെസ്റ്റിലായതുകൊണ്ട് നമ്മൾ ഡിഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര ടൈം വരിക? 8 AM. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, എത്രയാണോ നമ്മുടെ ഈ ഒരു എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ് ലോഞ്ചിറ്റ്യൂഡിലാണ് കിടക്കുന്നത് നോക്കുക. വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 15 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ടൈം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറക്കുക, ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യുക. ഓക്കെ, യെസ്, 8 AM ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രീനിച്ച് മീൻ ടൈം when the Indian standard time is 10 on Wednesday? ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, 10 മണിയാകുമ്പോ എത്രയായിരിക്കും? 4:30. സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതെ അഭിരാമി, രക്ഷപ്പെട്ടു എന്നൊക്കെ. ഓക്കെ, സോ ഈ മോഡൽ സെയിം മോഡലാണ്. സോ പിന്നെ എന്താ ചെയ്യണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ നിന്ന് വന്നിട്ടുള്ളത്? സീസൺസ് ആൻഡ് ടൈമിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എവിടെ ഈ ടൈം കാൽക്കുലേഷൻ പേടിച്ചിട്ട് ഈ ചാപ്റ്റർ പഠിക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ ഗൗരി, ഓക്കെ, ബൈ ഒക്കെ പറയേണ്ടത് നിവേദിത. ഓക്കെ, സീസൺ ആൻഡ് ടൈം ആർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്, റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, അപ്പൊ ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് പഠിക്കാം. കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? റിഹാന, നീ ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് ആണോ? ആണ്. നീ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അല്ലേ? നീ ഒറ്റ ഒരാളാണ് ഇതിനെല്ലാം കാരണം. വരുന്നുണ്ട് ഞാൻ അതിലേക്ക്. ഓക്കെ, ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് എസ്സേ എഗെയിൻ ഇവിടെ നിന്ന് 3+5 തന്നെയാണ് അല്ലെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോ ഒരു തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്, എനി ടു പ്രിപ്പയർ നോട്ട്സ് ഓൺ ദി ഫോളോയിങ്, എനി ടു പ്ലാനറ്ററി വിൻഡ്സ്. ഓക്കെ, എനി ടു പ്ലാനറ്ററി വിൻഡ്സിനെ പറ്റിയിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതണം. ആൻഡ് എനി ടു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. അപ്പം പ്ലാനറ്ററി വിൻഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് കമന്റ് ചെയ്തേ. യെസ്, വന്നു. ട്രേഡ് വിൻഡ്, വെസ്റ്റലീസ്, പോളാർ ഈസ്റ്റലീസ് അല്ല? ഓക്കെ, അതേപോലെ റൈറ്റ് എൻ എസ്സേ ഓൺ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തവണ മോഡലിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം പറഞ്ഞു പോവാം. നമുക്ക് രണ്ടെണ്ണല്ല, നമ്മളെല്ലാം പറഞ്ഞു പോവാണ്. നിങ്ങളിൽ പലർക്കും പലതായിരിക്കുമല്ലോ ഇഷ്ടം. സോ നമുക്ക് എല്ലാത്തിലോട്ടും പോവാം. സോ പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, വിൻഡ്സ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു low pressure regions. So the winds developed between the global pressure belts can be generally called planetary winds. അപ്പം ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിനിടയിൽ ഫോം ചെയ്യുന്ന വിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനറ്ററി വിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ പ്ലാനറ്ററി വിൻസ്? ട്രേഡ് വിൻസ്, വെസ്റ്റലീസ് ആൻഡ് പോളാർ ഈസ്റ്റലീസ്.
ഓക്കെ, അപ്പൊ ട്രേഡ് വിൻഡ്സ് എന്ന് വെച്ചാൽ എവിടെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലൂടെ ബ്ലോ ചെയ്യുന്ന, കണ്ടിന്യൂസ്ലി ബ്ലോ ചെയ്യുന്ന വിൻഡ് ആണ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വിൻഡിന് തന്നെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, wind blow from the northeast in the northern hemisphere, they are known as northeast trade winds. നോർത്ത് മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിൻഡ് ഏത് ദിശ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന് പേര് കൊടുക്കാന്നുള്ളത് അല്ലെ. സോ നോർത്ത് ഈസ്റ്റ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ബ്ലോ ചെയ്യുന്ന വിൻഡിന്റെ പേര് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും, സൗത്ത് ഈസ്റ്റ്, സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റിൽ ബ്ലോ ചെയ്യുന്ന വിൻഡിനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഈ വെസ്റ്റർലീസ് എങ്ങനെയാണ്? വിൻഡ്സ് ബ്ലോ കണ്ടിന്യൂസ്ലി ഫ്രം ദി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ ടു ദീസ് ലോ പ്രഷർ സോൺ. ഓക്കെ, സബ് ട്രോപ്പിക്കൽ ലോ പ്രഷർ സോണിലോട്ട് മൂവ് ചെയ്യുന്ന, ബ്ലോ ചെയ്യുന്ന വിൻഡ് ആണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ആസ് ദ ഡയറക്ഷൻ ഓഫ് ദീസ് വിൻഡ്സ് ഈസ് മോസ്റ്റ്ലി ഫ്രം ദ വെസ്റ്റ്, ദേ ആർ നോൺ ആസ് വെസ്റ്റർലീസ്. ഓക്കെ, എന്താണ് ഈ കാറ്റ് എപ്പോഴും എങ്ങോട്ടേക്കാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓൾമോസ്റ്റ് എങ്ങോട്ടേക്ക് തന്നെയായിരിക്കും? വെസ്റ്റിലോട്ട് തന്നെയായിരിക്കും. സോ അതാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദി വെസ്റ്റർലീസ് ആർ സ്ട്രോങ്ങർ ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ than in the northern hemisphere. Okay, fine. Okay, so westerlies എന്തായിരിക്കും? Strong. സദേൺ ഹെമിസ്ഫിയറിൽ ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ദി വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ഓഷൻ ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, യെസ്, അപ്പം ഇതാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരും കൂടി ഉണ്ട്? പോളാർ ഈസ്റ്റർലീസ് ഉണ്ട് അല്ലെ. ദ പോളാർ വിൻഡ്സ് are the cold winds that blow from the high pressure areas towards the subpolar low pressure belt, and these winds blow from the east in both the hemisphere due to the Coriolis force. These are known as polar easterlies. അപ്പോൾ ഇതിന്റെയൊക്കെ ഇത് ബ്ലോ ചെയ്യുന്ന റീജിയൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിനെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങളിപ്പോ നിങ്ങളുടെ ഈ ഭാഗത്ത് നമുക്ക് സൈക്ലോൺസും പിന്നെ പ്രഷർ ബെൽറ്റ് അല്ലേ നിങ്ങൾക്ക് എക്സാമിന് മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നേ അല്ലേ? നീ അത് എഴുതിയ നന്നായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, യെസ്. സോ അല്ലെ, സൈക്ലോൺസ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് ഏത് ഭാഗത്തോട്ടാണ്, ഏതൊക്കെ പ്രഷർ ബെൽറ്റിലൂടെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിൻഡ് ഈ വിൻഡൊക്കെ ബ്ലോ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രകാരം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ. അവിടെ പ്ലാനറ്ററി വിൻഡ്സ് മാത്രമല്ലല്ലോ ചോദിച്ചത്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റും കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എന്താ ഇങ്ങനെയും ഒരു 3 മാർക്കിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ലാസ്റ്റ് ഇയർ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ നോട്ട് ഓൺ വെസ്റ്റർലീസ്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ റൈറ്റ് നോട്ട് ഓൺ വെസ്റ്റർലീസ് അല്ലെങ്കിൽ റൈറ്റ് നോട്ട് ഓൺ പോളാർ ഈസ്റ്റർലീസ്, റൈറ്റ് നോട്ട് ഓൺ ട്രേഡ് വിൻഡ്സ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. 3 മാർക്കിനായിരിക്കും ചോദിക്കേണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഗ്ലോബൽ പ്രഷർ ബെൽറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് 4 ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ പറ്റിയാണല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്, ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഓക്കെ, സോ അതില് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 5 ഡിഗ്രി നോർത്ത് സൗത്ത് ആ ഭാഗത്താണ്. സോ ദ എയർ എക്സ്പാൻസ് due to the sun's heat and rise upon a massive scale in this area. എവിടെ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ, അതായത് 5 ഡിഗ്രി നോർത്ത് സൗത്ത് ആ ഒരു റീജിയനിൽ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ റീസൺ ഫോർ ദി ലോ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ത്രൂ ഔട്ട് ദിസ് സോൺ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. Okay, and the equatorial pressure belt is situated between 5 degree north and south latitude. അത് ഓൾറെഡി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലോട്ട് വരുമ്പോൾ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എവിടെയാണ്? നമ്മുടെ 30 ഡിഗ്രി നോർത്ത് ടു 30 ഡിഗ്രി സൗത്ത് അത്രയും റീജിയൻ ആണ്. So this pressure belt is located on 30 degree latitude in both hemisphere. The warm air rising from the equatorial low pressure belt gradually cools and drops to 30 degree latitudes under the influence of Earth's rotation. അപ്പോൾ നമുക്ക് ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷറിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്? വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. സോ അവിടെ എന്തുണ്ടാവും? ഇവിടെ എത്തുന്നത് കൂളാവും.
Okay, so cool ആകുമ്പം then there is and there it becomes high pressure belt. Visible അല്ലേ? Visible അല്ലേ? അത് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് അത്രയേ ഉള്ളൂ, മാറ്റാനൊന്നുമില്ല, എൻ്റെ പേര് ഞാൻ മാറ്റില്ല. Okay, and there it becomes high pressure belt. Okay, so 30 degree north, 30 degree south അത്രയും റേഞ്ചിൽ നിൽക്കുന്നതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇവിടെ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. 60 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി സൗത്ത് റീജിയനിൽ ഉള്ളതാണ്. ഓക്കെ, as this zone is close to the pole, the air is cold here. ഓക്കെ, ഇവിടെ എന്താണ്? പോളാർ, സബ് പോളാർ ആണ് അല്ലെ. അപ്പൊ പോളാർ റീജിയന് അടുത്താണ് ഇത് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എയർ എന്തായിരിക്കും? കുറച്ചുകൂടി കോൾഡ് ആയിരിക്കും. The air in this zone thrown away due to the rotation of the earth. അപ്പം റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് എയർ എന്തുണ്ടാവും? ഈ എയർ എങ്ങോട്ടേക്കാ പോവാ? എങ്ങോട്ട് പോവും? It will be thrown away. Okay, and as a result of low pressure is experienced all along the subpolar region. ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. ഇനിയാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. 90 ഡിഗ്രി നോർത്ത് സൗത്തിലാണ് ഇത് കിടക്കുക, പോളാർ റീജിയനിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ദിസ് സോൺ ഈസ് എക്സ്പീരിയൻസസ് സിവിയർ കോൾ ത്രൂ ഔട്ട് ദി ഇയർ. ഇവിടെ എന്തായിരിക്കും? ഫുൾ എപ്പോഴും ചൂട്, തണുപ്പായിരിക്കും അല്ലെ. ആസ് എ റിസൾട്ട് ദ എയർ റിമൈൻസ് chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experienced here. ഒന്നാമതേ ചൂടില്ല. ഓക്കെ, ഒന്നാമതേ ചൂടില്ല, കൂളായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഇവിടെ എന്തായിരിക്കും? എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും. സോ ഇങ്ങനെ 4 പ്രഷർ ബെൽറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസ് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാനോ ഒക്കെ ചാൻസ് ഉണ്ട്. സോ ഓരോന്നിന്റെയും പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് അതിൽ പറയുന്ന എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞൊരു ഈ ഒരു മോഡലിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഞാൻ ഇത് എല്ലാം പറഞ്ഞു പോകുന്നില്ല. So list out the global pressure belt, explain any two global list out the global pressure belt and explain any two pressure belt. Okay, global pressure belt le idile രണ്ടെണ്ണം 5 മാർക്കിന് ചോദിച്ചതാണ്. ഇനി explain the formation of subtropical high pressure belts and subpolar low pressure belt. ഓക്കെ, ഇത് രണ്ടിന്റെയും ഫോർമേഷൻ എഴുതണം. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഐഡന്റിഫൈ ദി പ്ലാനറ്ററി വിൻഡ് ബ്ലോയിങ് ഇൻ ബിറ്റ്വീൻ ദീസ് പ്രഷർ ബെൽറ്റ്. ഈ രണ്ട് പ്രഷർ ബെൽറ്റിനും ഇടയിൽ കൂടെ ഒഴുകുന്ന ബ്ലോ ചെയ്യുന്ന ആ വിൻഡ് ഏതാണ്? പ്ലാനറ്ററി വിൻഡ് ഏതാണെന്ന് കൂടി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതാണെന്ന് അറിയോ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ട് ബ്ലോ ചെയ്യുന്ന വിൻഡ് പറ, ഏതാ? ആൻഡ് അതേപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ടൈം പോളാർ ഈസ്റ്റലീസ് ആണോ? യെസ്, ഇവിടെ കണ്ടോ? എക്സ്പ്ലെയിൻ ഹൗ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് ആർ ഫോം. ഇവിടെയും ഏതാണ് പ്ലാനറ്ററി വിൻഡ്? ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ഏതായിരുന്നു? ഇക്വറ്റോറിയൽ ട്രേഡ് വിൻഡ്സ് ആയിരുന്നില്ലേ? ഓക്കെ, സോ ഏത് പ്ലാനറ്ററി വിൻഡ് ആണ്? സോ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ എന്തും കൂടി പഠിക്കാം? ട്രേഡ് വിൻഡ്സും പഠിക്കാം. എന്നിട്ട് ഇതൊക്കെ എവിടെയാണ്, ഏത് റീജിയനിലൂടെ, ഏതൊക്കെ പ്രഷർ ബെൽറ്റിലൂടെയാണ് ബ്ലോ ചെയ്യുന്നതെന്ന് കൂടി പഠിച്ചു വെക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡന്റിഫൈ ദ പ്ലാനറ്ററി വിൻഡ്സ് ബ്ലോയിങ് ഇൻ ബിറ്റ്വീൻ ദ ഫോളോയിങ് പ്രഷർ ബെൽറ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിച്ചൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിറ്റ്വീൻ ദ പോളാർ ഹൈസ് ആൻഡ് സബ് പോളാർ ലോസ് പറഞ്ഞേ, കമന്റ് ചെയ്തേ. ബിറ്റ്വീൻ ദി പോളാർ ഹൈസ് ആൻഡ് സബ് പോളാർ ലോസ് കമന്റ്. നിങ്ങളല്ലേ പഠിക്കുന്നേ, ഞാനാണോ? പറ. പിന്നെ രണ്ടാമത്തെ ABC എന്താന്ന് കമന്റ് ചെയ്തോ. ബിറ്റ്വീൻ സബ് ട്രോപ്പിക്കൽ ഹൈസ് ആൻഡ് ഇക്വറ്റോറിയൽ ലോ ആൻഡ് ബിറ്റ്വീൻ ദി സബ് ട്രോപ്പിക്കൽ ഹൈസ് ആൻഡ് സബ് പോളാർ ലോസ്. കമന്റ്. ഇത് വെച്ചാൽ മതി. പോളാർ ഈസ്റ്റലൈസ്, പോളാർ ഈസ്റ്റലീസ് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ബി ഇല്ല. റിഹാന
ബി എവിടെ? ട്രേഡ് വിൻഡ്. ഓക്കെ, ട്രേഡ് വിൻഡ്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എഴുതുള്ളൂ. അല്ലനെ നീ പറയുന്ന പോലെ ഞാൻ എഴുതുള്ളൂ കേട്ടാ. പിന്നെ നെക്സ്റ്റ് സീലി. സി വെസ്റ്റലീസ്. ഒബ്വിയസ്ലി ബാക്കിയുള്ളത് വെസ്റ്റലീസ് ആണല്ലോ. അലൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വെസ്റ്റലീസ് എഴുതുന്നു. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? ഓക്കെ, ഓ സന്തോഷായില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ആർ. ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ സോഴ്സ് ഓഫ് വിൻഡുകാര്, ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡുകാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എവിടെ കണ്ടേ? എവിടെ കണ്ടേ? ഇല്ലായിരിക്കും. ഇല്ല ഇല്ല കൈലാസേ, നീ അതിന് സീസൺ ടൈം അല്ലേ? അല്ല അല്ലേ? ഇല്ല, ചാൻസ് കുറവാ. ഇല്ലടാ, പേടിക്കണ്ട. സൈക്ലോൺസ് ഫോം ചെയ്യുന്നതും നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും സൈക്ലോൺസിന്റെ ഡിഫറൻസ് എന്താണെന്നാണ് അല്ലെ. സോ എങ്ങനെയാണ് സൈക്ലോൺസ് ഉണ്ടാകുന്നത്? ഇത് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആ. സൈക്ലോൺസ് ആർ കോസ്ഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് low atmospheric pressure at the center surrounded by high pressure region. Okay, so ഒരു ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ചുറ്റും ഹൈ പ്രഷർ സെന്റേഴ്സ് വരുമ്പോഴാണ് നമുക്ക് സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എങ്ങനെയാണ് ഈ സൈക്ലോൺസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടല്ലേ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ബ്ലോ ചെയ്യുന്നത്. സദേൺ ഹെമിസ്ഫിയറില് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സൈക്ലോൺസ് ബ്ലോ ചെയ്യുന്നുണ്ടാവാം. ബിക്കോസ് കാരണം എന്താണ്? കോറിയോലിസ് ഇഫക്റ്റ് ആണ്. ഓക്കെ, കോറിയോലിസ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറില് ആന്റി ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറില് ക്ലോക്ക് വൈസ് ആണ്. ഇത് വരില്ലായിരിക്കും എന്ന് വിചാരിക്കാം അല്ലെ. ഓക്കെ, ഇനി ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതൊന്ന് വേഗം കമന്റ് ചെയ്തേ. അതേപോലെ തന്നെ ഹൗ ഡു ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എല്ലാത്തിനും ഒരേപോലത്തെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെർക്കുറി ബാരോമീറ്റർ, റൈറ്റ്? ഓക്കെ, അപ്പം എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? It is the weight of atmospheric air and that the variations in the atmospheric pressure are the basic reason for weight. അപ്പൊ എന്താണ് weight of atmospheric air? അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. സോ നമുക്ക് ഇത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ്. അതേപോലെ എങ്ങനെയാണ് ടെമ്പറേച്ചറും ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി, ഇത് മൂന്നും എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേഷനിൽ ഉള്ളത് എന്ന കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് മാത്രമായിട്ട് നമുക്ക് 3 മാർക്കിന് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വൈ ഡസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാരി ഫ്രം പ്ലേസ് ടു പ്ലേസ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ഓരോ പ്ലേസിലും എന്തായിരിക്കും? ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോ ഇതൊക്കെ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലെ. ഇപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ കുറയും, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ കുറയും. സോ ഇവര് 3 പേരുമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓപ്പോസിറ്റ് റിലേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്തുണ്ടാകുന്നത്? വാരിയേഷൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ആ രീതിയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാരി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ എന്തും കൂടി വന്നിട്ടുണ്ട് ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏതാണ് മെഷർ ചെയ്യുന്നത് എന്താണ്, അങ്ങനെ 5 മാർക്സിനും ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ഇതാ സെയിം മോഡൽ വേറൊരു ക്വസ്റ്റ്യൻ. ഹൗ ഡു ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി എഫക്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ്? ആൾട്ടിറ്റ്യൂഡ്, ഉയരം കൂടുന്തോറും എന്താ സംഭവിക്കുക? ഉയരം കൂടുന്തോറും ഒന്ന് കമന്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്താ സംഭവിക്കുക? The atmospheric pressure decreases with altitude. Okay, so the pressure decreases at the rate of 1 millibar per an altitude of 10 meters. ഓരോ 10 മീറ്റേഴ്സിലും എത്ര വെച്ച് കുറയും? 1 millibar വെച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. സോ ആൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ടെമ്പറേച്ചറിന്റെ കേസിലും സെയിം ആണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോഴും എന്താ സംഭവിക്കുന്നത്?
അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ആൻഡ് ഹ്യൂമിഡിറ്റിയുടെ കേസിലും ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, റൈറ്റ്? സോ അതും എന്താണ്? ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ ചായക്ക് ഇപ്പൊ തൽക്കാലം ടേസ്റ്റ് കൂടുന്നില്ല, നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മതി. ഓക്കെ, സോ ഇത് മൂന്നും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. പല സ്ഥലങ്ങളിലും വാരിയേഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാരിയേഷൻസ് ഉണ്ടാക്കുന്നത് ഇവർ മൂന്ന് പേരുമാണ്. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് മെർക്കുറി ബാരോമീറ്റർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. How do the following factors influence the velocity and the direction of wind? അപ്പം മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, കോറിയോളിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും തന്നിട്ടുണ്ട്. ആൻഡ് വേറൊരു രീതിയിൽ ചോദിച്ചതാണ്, what is Coriolis force? How do the Coriolis force influence the wind in northern and southern hemisphere? നമ്മുടെ നേരത്തെ സൈക്ലോണിന്റെ കാര്യം പോലെ തന്നെ മൂവ്മെന്റിൽ മാറ്റുന്നുണ്ട് അല്ലെ, വിൻഡിന്റെ ബ്ലോയിങ്ങില് ചേഞ്ചസ് വരുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇവിടെ പറയാം. സോ ഇവിടെ ആദ്യം ഈ കോറിയോളിസ് ഫോഴ്സ് വെക്കാൻ കാരണം ഇത് 3 മാർക്കിന് ചോദിച്ചതും ഇതെല്ലാം കൂടി 5 മാർക്സിനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. സോ ഓക്കെ, യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ പ്രഷർ ഗ്രേഡിയന്റ് എന്താണ്. നമുക്ക് ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് നമ്മുടെ ഈ ചോയ്സ് ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു MCQ സെഷൻ ഉണ്ടാവും കേട്ടോ. MCQ മീൻസ് നമുക്ക് നോർമലി നമ്മുടെ മോഡൽ എക്സാമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 5 ചാപ്റ്റേഴ്സ് എന്നാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ സെഷന്റെ ലാസ്റ്റ് കേട്ടോ. അതായത് എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു MCQ സെഷൻ കൂടി ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇവിടെ നിൽക്കണം, ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? അതിന് ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, സോ pressure gradient. Okay, yes, wait, pressure gradient, the change in pressure with horizontal distance is termed as pressure gradient. Okay, ഓരോ horizontal distanceലും പ്രഷറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അതാണ് pressure gradient. The pressure gradient is said to be steeper when the pressure differences is more. Okay, pressure difference more ആവുമ്പോൾ ഈ pressure gradient എന്തായിരിക്കും? സ്റ്റീപ്പർ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. Okay, yes, Alpik sir. Hello. Hi. Yes, Alpha sir ഉണ്ട് നിങ്ങളെ കാണാൻ. റിൻ സാർ ഉണ്ടായിരുന്നു. ഇന്ന് ഇവരുടെ ലാസ്റ്റ് ക്ലാസ് ആണ് Alpha sir. All the best. All the best മാത്രമേ ഉള്ളൂ. എല്ലാവരോടും ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ പറ, എല്ലാവരുടെയും മുഖം കാണണ്ടേ. എല്ലാം ക്യാമറ എന്ത് കഷ്ടാ. അതെ, എന്ത് കഷ്ടാ. ഇത്രയും കഷ്ടപ്പെട്ട് മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട്. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. ഇല്ലെന്ന്. എന്നാ ഫിൽറ്റർ ഇട്ട് വന്നിട്ട്. അതെ, ഫിൽറ്റർ ഇട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കാര്യമായിട്ട് ഇവരൊക്കെ നല്ല നല്ല ഫിൽറ്റർ ഇട്ട് ഹെൽപ്പ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. അപ്പൊ നിങ്ങളും ക്യാമറ ഓൺ ആക്കി വെക്കും. അതെ, അവർക്ക് ഫിൽറ്റർ ഇല്ലാത്തോണ്ടായിരിക്കും അവർ ക്യാമറ ഓൺ ആക്കാതെ. ആണോ? നിങ്ങൾ ഫിൽറ്റർ ഉണ്ടാട്ടാ. അനുലക്ഷ്മി നൈസായിട്ട് ക്യാമറ, ചിലപ്പോ ക്യാമറ ഓഫ് ചെയ്തിട്ട് അവര് കഴിഞ്ഞ ചാപ്റ്ററെ പഠിക്കായിരിക്കും, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അൽഫ സർ ഇവരോട് ടാറ്റ പറഞ്ഞിട്ട് പൊക്കോ. പോവാന്നാണോ അത് ഇവിടെ ഇരിക്കാൻ വന്നാണോ? പോവാന്നാണോ? ഓക്കെ, ബൈ. ഓക്കെ, സോ ഇനി കോറിയോളിസ് ഫോഴ്സ് ആണ്. ഫ്രീലി മൂവിംഗ് ബോഡീസ് നമ്മുടെ വിൻഡിന് തന്നെ പറയുന്നേ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദി റൈറ്റ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രീലി മൂവിംഗ് വാട്ടർ ബോഡീസ് നമ്മുടെ വിൻഡ് എന്ത് ചെയ്യും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുമ്പോൾ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഓക്കെ, ദിസ് ഇസ് ഡ്യൂ ടു ദി ഫോഴ്സ് ജനറേറ്റഡ് ആസ് ദി റിസൾട്ട് ഓഫ് എർത്ത് റൊട്ടേഷൻ. അപ്പൊ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, ആ ഫോഴ്സ് കാരണമാണ് ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്മുടെ ഈ വിൻഡ് മൂവ് ചെയ്യുന്നത്. സോ ആ ഫോഴ്സ് ആണ് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ചാപ്റ്റർ? ഈ ചാപ്റ്റർ കണ്ടിട്ട് ഈ കണ്ടന്റ് ഒക്കെ കണ്ടിട്ട് ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് അറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണ്ട, പൊക്കോ, അതായിരിക്കും നല്ലത് അല്ലേ? Yes, so friction. The speed of the wind will be high over ocean surface and plains as the friction is less. നമുക്കറിയാം നമ്മുടെ വിൻഡ് ബ്ലോ ചെയ്യുന്ന സമയത്ത് അതിനെ
ഓക്കെ, എന്തായിരിക്കും? സോ ഫ്രിക്ഷൻ എന്താണ്, കുറെ മലകളും മരങ്ങളും ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ വിൻഡിന് സ്മൂത്ത് ആയിട്ട് ബ്ലോ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ. സോ അതിന് എന്തുണ്ടാവും? കുറെ അതിന്റെ മൂവ്മെന്റിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഓക്കെ, സോ സ്പീഡ് ഓഫ് ദി, അതായത് ഓഷൻ സർഫസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വിൻഡിന് എന്ത് ചെയ്യാം? സ്പീഡായിട്ട് മൂവ് ചെയ്യാം. അതേസമയം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ 3 ഈ പറയുന്ന പ്രഷർ ഗ്രേഡിയന്റ്, കോറിയോളിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ, ഇതിൽ ഇതേപോലെ കോറിയോളിസ് ഫോഴ്സിന്റെ കേസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ വിൻഡിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാനറ്ററി വിൻഡിനെ പറ്റി പഠിച്ചു അല്ലെ. ട്രേഡ് വിൻഡ് ഉണ്ട്, വെസ്റ്റർലീസ് ഉണ്ട്, പോളാർ ഈസ്റ്റർലീസ് ഉണ്ട്. ലോക്കൽ വിൻഡ്സ് ആണ് ലൂ, മാംഗോ ഷവർ, കൽബൈഷഗി, ചിനൂക്ക്, ഫെൻ, ഹർമറ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പീരിയോഡിക് വിൻഡ്സ്, മൺസൂൺ വിൻഡ് ഉണ്ട്, ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസും, പിന്നെ വാരിയബിൾ വിൻഡ്സ്, സൈക്ലോൺസും ആന്റി സൈക്ലോൺസും. അപ്പൊ ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്? മൺസൂൺ വിൻഡിന്റെ ഫോർമേഷന് കാരണക്കാരായ ആൾക്കാർ ആരാണ്? ആരൊക്കെയാണ്? ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, കോറിയോളിസ് ഫോഴ്സ് ആൻഡ് ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ്. നീ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, സോ ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ്. ഓക്കെ, സോ ഇതാണ് മൺസൂൺ വിൻഡ്സിന്റെ ഫോർമേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Identify the winds represented by the given diagram. Elucidate the formation of these winds. 3 മാർക്കിന് ചോദിച്ചതാണ്. ഈ വിൻഡിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് ഏതാ വിൻഡ്? കമന്റ് ചെയ്തേ. കമന്റ് ചെയ്. യെസ്. ഏത് മൺസൂൺ വിൻഡാ? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആണ് ഇത് ആക്ച്വലി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? വിൻഡിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി, സൗത്ത് വെസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നതോ. അപ്പൊ ഇതിന്റെ പേര് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വിൻഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അല്ല, എല്യൂസിഡേറ്റ് ദ ഫോർമേഷൻ ഓഫ് ദീസ് വിൻഡ്സ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലെ. സോ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആണ്. ആൻഡ് വേറൊരു രീതിയിലും 5 മാർക്സിന് വന്നൊരു ക്വസ്റ്റൻ ആണ്. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ്. അപ്പം ഇതും 5 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ഇത്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സൺ റേസ് ഫോൾ വെർട്ടിക്കലി ടു ദി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ഡ്യൂറിംഗ് സർട്ടൻ മന്ത്സ് ഡ്യൂ ടു ദി ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ എന്തുണ്ട്, നമ്മുടെ എർത്തിന് ഒരു ചെരിവുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സൺ റേസ് ഇക്വേറ്ററിന്റെ നോർത്തിൽ ആ ഭാഗത്ത് വെർട്ടിക്കലി ഫോൾ ചെയ്യാറുണ്ട്. ഓക്കെ, this leads to an increase in the temperature along the region through which the Tropic of Cancer passes. അപ്പൊ ഈ സ്ഥലത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് എന്തുണ്ടാവും? ടെമ്പറേച്ചറിൽ ഇൻക്രീസ് സംഭവിക്കും. ഓക്കെ, the pressure belt also shift slightly northwards in accordance with this. ഓക്കെ, അപ്പൊ ഈ പ്രഷർ ബെൽറ്റിലും എന്തുണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, and the southeast trade winds also cross the equator and moves towards the north as the intertropical convergence zone (ITCZ) moves northwards during the summer in the northern hemisphere. നമ്മൾ ITCZ ന്റെ കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ ഈ സൂര്യന്റെ മൂവ്മെന്റിനനുസരിച്ച് ഇതിനകത്തും എന്ത് വരുന്നുണ്ട്? ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോ സമ്മർ ആകുന്ന സമയത്ത് എവിടെയായിരിക്കും? ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിനകത്തും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആസ് ദി ട്രേഡ് വിൻഡ്സ് ക്രോസ് ദി ഇക്വേറ്റർ ദേ ഗെറ്റ് ഡിഫ്ലെക്റ്റഡ് ആൻഡ് ആർ ട്രാൻസ്ഫോംഡ് ഇൻടു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ഡ്യൂ ടു ദി കോറിയോളിസ് ഇഫക്റ്റ്. അപ്പൊ നമ്മുടെ ഇക്വേറ്ററിൽ ട്രേഡ് വിൻഡ്സ് ഉണ്ട്. പക്ഷെ ഈ ഒരു ITCZ ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് ഈ വിൻഡ് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? കോറിയോളിസ് ഫോഴ്സ് മൂലം ഇതിന്റെ മൂവ്മെന്റില് ബ്ലോ ചെയ്യുന്ന പൊസിഷനിൽ മാറ്റം വരുന്നുണ്ടാവും. The low pressure formed over the land due to the intense day temperature attracts the sea winds and further contribute to the formation of southwest monsoon wind. Okay. Okay, so formation of monsoon wind, southwest monsoon wind 2 തവണ ഈ രീതിയിലൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഭാഗം നന്നായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What are variable wind,
ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സൈക്ലോൺസ് ആൻഡ് ആന്റി സൈക്ലോൺസ്. അപ്പം സൈക്ലോൺസും ആന്റി സൈക്ലോൺസ് ഒക്കെ ഒരു വാരിയബിൾ വിൻഡ് ആണ്. അതിൽ സൈക്ലോൺസിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി മാരത്തൺ സെഷനിൽ മാരത്തൺ അല്ല മോഡൽ എക്സാമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഇനി ആന്റി സൈക്ലോൺസ് കൂടി നോക്കാം. ഓക്കെ, അതിനു മുമ്പ് എന്താണ് വാരിയബിൾ വിൻഡ് എന്ന് അറിയണം അല്ലെ. വാരിയബിൾ വിൻഡ്സ് ആർ വിൻഡ്സ് വിത്ത് എൻറ്റയർലി ഡിഫറെന്റ് characteristics formed during certain atmospheric situations. അപ്പൊ മെയിൻ ആയിട്ട് അതിലെ വാരിയബിൾ വിൻഡ്സ് എന്ന് പറയുന്നത് സൈക്ലോൺസും ആന്റി സൈക്ലോൺസും ആണ്. ഓക്കെ, സൈക്ലോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ എങ്ങനെയാണ് വരുന്നത്, അതായത് ഒരു ഹൈ പ്രഷർ റീജിയൻ, ഓക്കെ, ഒരു ലോ പ്രഷർ റീജിയന് ചുറ്റും ഹൈ പ്രഷർ റീജിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതേസമയം നമ്മൾ സൈക്ലോണിന്റെ കാര്യത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ആന്റി ക്ലോക്ക് ഡയറക്ഷനും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മൂവ് ചെയ്യുന്ന കാര്യം, വിൻഡിന്റെ ബ്ലോ ചെയ്യുന്ന കാര്യവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ആന്റി സൈക്ലോൺസ് എന്ന് പറയുന്നത് എന്താണ്? ആന്റി സൈക്ലോൺസ് ആർ ഫിനോമിനൻ where strong whirlwinds blow from the high pressure centers to the surrounding low pressure areas. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആരുണ്ട്? ഹൈ പ്രഷർ സോൺ ഉണ്ട്, അതിന് ചുറ്റും ലോ പ്രഷർ സോൺ ഉണ്ടാകുന്നതാണ് ആന്റി സൈക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്യൂ ടു കോറിയോളിസ് എഫക്ട് ദ പാറ്റേൺ ഓഫ് winds in anti-cyclones is clockwise in the northern hemisphere and anti-clockwise in the southern hemisphere. നേരെ തിരിച്ചിട്ട്. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിലാണ് ആന്റി സൈക്ലോൺസ് ആന്റി ക്ലോക്ക് വൈസ് പോകുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും ആണ്. ഓക്കെ, സോ ഇനി നമ്മുടെ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസും വാലി ബ്രീസും മൗണ്ടൻ ബ്രീസ് ഒക്കെ നമ്മുടെ എക്സാമിന് നമ്മൾ മിഡ് ടേം എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ട്, ഇൻ കേസ് ഒരു 4 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഓക്കെ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതുകൂടി ഒന്ന് പറയാം. സോ ഓക്കെ, അപ്പൊ ലാൻഡ് ബ്രീസ് എന്താണ്? ലാൻഡ് ബ്രീസ് ആസ് ദി ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ ദി സീ ഡ്യൂറിംഗ് ദി നൈറ്റ് ഇറ്റ് വുഡ് ബി ഹൈ പ്രഷർ ഓവർ ദി ലാൻഡ് ആൻഡ് ലോ പ്രഷർ ഓവർ ദി സീ. ഓക്കെ, അപ്പൊ ലാൻഡിൽ ഹൈ പ്രഷറും സീയിൽ ലോ പ്രഷറും ആയിരിക്കും. ആൻഡ് ആസ് എ റിസൾട്ട് ഇൻ ദി മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ദി ലാൻഡ് ടു സീ. ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ ലാൻഡ് ബ്രീസ് ലാൻഡിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ലാൻഡിൽ നിന്ന് സീയിലോട്ടാണ് എന്തുണ്ടാവുക? വിൻഡിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഡ്യൂറിംഗ് ദി നൈറ്റ് അല്ലെ. നൈറ്റിലാണ് നമ്മുടെ പിന്നെ ലാൻഡ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് കൂളാവും. നമ്മുടെ ലാൻഡിന്റെ പ്രത്യേകത പെട്ടെന്ന് ചൂട് പിടിക്കും, പെട്ടെന്ന് കൂളാവും. അതേസമയം സീ എന്താണ്? വളരെ പതുക്കെ ചൂട് പിടിച്ച് വളരെ പതുക്കെയാണ് അത് എന്ത് ചെയ്യുക? കൂളാവുന്നത്. സോ ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ നൈറ്റിൽ എന്ത് ചെയ്യും? ലാൻഡിൽ നിന്ന് സീയിലോട്ട് വിൻഡ് ബ്ലോ ചെയ്യുന്നതാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് ആണ് സീ ബ്രീസ്. സീ ബ്രീസ് എപ്പോഴാണ്? നമ്മുടെ ഡേ ടൈമിൽ നടക്കുന്നതാണ് അല്ലെ. സോ ഈ സമയത്ത് രാവിലെ ഡേ ടൈമിൽ എന്തായിരിക്കും? നമ്മുടെ ലാൻഡ് പെട്ടെന്ന് ക്വിക്കായിട്ട് ചൂട് പിടിക്കുന്നു. അതേസമയം സീൽ എന്തായിരിക്കും? സീല് ചൂട് കുറവായിരിക്കും അല്ലെ. സോ എന്ത് ചെയ്യും? നമ്മുടെ സീയിൽ നിന്ന് ലാൻഡിലോട്ട് എന്ത് വരും? ഈ വിൻഡ് മൂവ് ചെയ്യും. സോ അതാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതേപോലെയുള്ള രണ്ടെണ്ണാണ് ആര്? അതെ കൈലാസ്. ഏതാണ്? നമ്മുടെ വാലി ബ്രീസും മൗണ്ടൻ ബ്രീസും സെയിം കാര്യം തന്നെ. വാലി ബ്രീസിലോട്ട് വരുവാണെങ്കിൽ ഡേ ടൈമിൽ ഡേ ടൈമിൽ ദ എയർ എബവ് ദി മൗണ്ടൻസ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് റൈസ് അപ്പ്. ഓക്കെ, മൗണ്ടൻസിന് മുകളിലുള്ള എയർ എന്ത് ചെയ്യും? ഹീറ്റ് ആയിട്ട് മുകളിലോട്ട് പോകും. സോ വാലി ബ്രീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാലിന്ന് മൗണ്ടന്റെ അടുത്തോട്ട് വിൻഡ് ബ്ലോസ് അറ്റ് സ്ലോപ്പ് ഓഫ് ദി വാലിന്ന് മുകളിലോട്ട് പോകുന്ന വിൻഡ് ആണ്. ഓക്കെ, സോ വിത്ത് റിലേറ്റീവ്ലി ലോ ടെമ്പറേച്ചർ ദിസ് ഈസ് നോൺ ആസ് വാലി ബ്രീസ്. ഇനി മൗണ്ടൻ ബ്രീസ് ആണെങ്കിലോ ഡ്യൂറിംഗ് ദി നൈറ്റിലാണ്. ഡ്യൂറിംഗ് ദി നൈറ്റ് ദ എയർ ഇൻ ദി മൗണ്ടനസ് റീജിയൻ കൂൾസ് ഡ്യൂ ടു ദി ഇന്റൻസ് കോൾഡ് കണ്ടീഷൻ ഇൻ ദാറ്റ് റീജിയൻ. As cool air is dense, it blows towards the valley. തിരിച്ചു വരുവാണ്. ഓക്കെ, നൈറ്റിൽ ഈ പോയ വിൻഡ് ബ്ലോ ചെയ്ത് താഴേക്ക് മൗണ്ടനിലോട്ടാണ് വരുന്നത്. സോ ദിസ് ഇസ് മൗണ്ടൻ ബ്രീസ്. ഇതങ്ങനെ ഭയങ്കരമായിട്ടൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബട്ട് നമുക്ക് മേ ബി ഒരു 4 മാർക്സിനോ 6 വരില്ലേ, ഒരു 3 മാർക്സിനൊക്കെ ചോദിക്കാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. സോ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? പ്രീ മോഡലിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ.
നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇട്ടിട്ടുണ്ടാവും പ്രീ മോഡൽ എക്സാമിനൊക്കെ കുറെ പേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അയച്ചു തന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. മേ ബി ഓക്കെ. യെസ്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. ഈ ചാപ്റ്റർ ആയിരിക്കുമല്ലോ മെജോറിറ്റി എല്ലാവരും ചൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? അല്ലേ? എവിടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ചൂസ് ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ നോക്കട്ടെ. അഭിനന്ദ് ഓഫ് കോഴ്സ് നീ ഉണ്ട്. ബാക്കി ആരും ഇല്ലേ? എല്ലാരും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ പഠിച്ചിരിക്കുന്നേ? ആണോ? നിങ്ങൾക്കൊക്കെ പ്രാന്താണോ? അല്ലെ, നമ്മൾ ഇതുവരെ അത് പഠിച്ചില്ലല്ലോ. യെസ്, കുറെ പേരുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക, 4+4 എന്നായിരിക്കും. അങ്ങനെയാണ് മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ രണ്ട് ചാപ്റ്റർ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത രണ്ട് ചാപ്റ്ററിൽ നിന്നും 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ നിന്നും 8 മാർക്സ് വരും. ഓക്കെ, അത് പക്ഷേ 4+4 ആയിരിക്കും. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോ മോഡൽ എക്സാമിന് പബ്ലിക് ഡെറ്റ് അല്ലെ, പബ്ലിക് ഡെറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? റീസൺ ഫോർ ദി ഇൻക്രീസ് ഇൻ പബ്ലിക് ഡെറ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സർചാർജും സെസ്സും ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? യെസ്. അപ്പോ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, റിപ്പീറ്റഡ്ലി നമ്മുടെ ആനുവൽ എക്സാമിനൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇൻഡയറക്ട് ടാക്സും ഡയറക്ട് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? when a person pays tax on himself it is called direct tax. അതായത് ഒരു പേഴ്സൺ ആരുടെ മുകളിലാണോ ടാക്സ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അയാൾ തന്നെ ടാക്സ് പേ ചെയ്യുന്നതിന് അതിന് ഡയറക്ട് ടാക്സ് എന്ന് പറയും. ഓക്കെ, അതർവൈസ് ഇൻഡയറക്ട് ടാക്സ് എന്താണ്? Indirect tax is that the tax burden can be shifted from the person on whom it is imposed to another person. എന്ത് ചെയ്യാം? നമുക്ക് ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യാം. ആരുടെ മുകളിലാണോ ഇമ്പോസ് ചെയ്യുന്നത് അയാളല്ല എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻഡയറക്ട് ടാക്സ് പേ ചെയ്യുന്നുണ്ടാവുക. ആരായിരിക്കും? തേർഡ് പേഴ്സൺ ആയിരിക്കും അല്ലെ? സോ ഇനി ഡയറക്ട് ടാക്സിലോട്ട് വരുവാണെങ്കിൽ ടാക്സ് പേയർ അണ്ടർടേക്സ് ദ ബർഡൻ ഓഫ് ടാക്സ്. ആ ബർഡൻ, ടാക്സ് ബർഡൻ ആരുടെ അടുത്താ വരുന്നത്? ഡയറക്ട് ടാക്സിൽ ആ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാണ്. പക്ഷേ ഇൻഡയറക്ട് ടാക്സിനകത്ത് ടാക്സ് പേ ചെയ്യുന്ന ആള് എന്ത് ബിയർ ചെയ്യുന്നുണ്ടാവില്ല, ടാക്സ് ബർഡൻ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ടാണ് അയാള് പേ ചെയ്യുന്നുണ്ടാവുക. ഇനി ഡയറക്ട് ടാക്സിന്റെ കേസിൽ കമ്പാരിറ്റീവ്ലി ഹൈ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ടാക്സ് കളക്ഷൻ. ടാക്സ് കളക്ഷന് നല്ല കോസ്റ്റ് വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. അതേസമയം ഇൻഡയറക്ട് ടാക്സിൽ കമ്പാരിറ്റീവ്ലി ലോ എക്സ്പെൻസ് ആണ്. ഇനി ഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതൊക്കെയാണ്? പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും പറയാം. ഇൻഡയറക്ട് ടാക്സിനകത്ത് നമുക്ക് GSTയും പറയാം. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ എഴുതാം. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കാം. ഓക്കെ, ഇനി ഇത് വന്നാൽ മതിയായിരുന്നു. അതെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. What are the sources of non-tax revenue of the government of India? ഏതൊക്കെയാണ് ആ സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ? ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഗ്രാൻഡ്, ഫൈൻസ് ആൻഡ് ഫീസ്, ഇൻട്രസ്റ്റ്. യെസ്, ഗുഡ്. ഓക്കെ, ഏതാണ്? ഫീസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, ഗ്രാൻഡ്സ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അല്ലെ? സോ ഫീസ് എന്താണ്? ഫീസ് ഇസ് ദ റിവാർഡ് കളക്റ്റഡ് ഫോർ ദി ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റിന്റെ സർവീസസിന് കളക്ട് ചെയ്യുന്ന റിവാർഡ് ആണ് അല്ലെ? റിവാർഡ് ആയിട്ടുള്ളതാണ് ഫീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? ഫീസിന് എക്സാമ്പിൾ ആണ്. ഇനി ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് പറയുകയാണെങ്കിലോ, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ആർ ദി പണിഷ്മെന്റ് ഫോർ വയലേറ്റിംഗ് ലോ വയലേറ്റ് ചെയ്യുന്നതിനുള്ള പണിഷ്മെന്റ് ആയിട്ടാണ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് കളക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്രാൻഡ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എയ്ഡ് ആണ്. ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ വൺ ഗവൺമെന്റ് ഓർ ഓർഗനൈസേഷൻ മീറ്റിംഗ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ഫിനാൻഷ്യൽ എയ്ഡ്. അത് ആര് കൊടുക്കാം? ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനോ കൊടുക്കുന്നതായിരിക്കാം. എക്സാമ്പിൾ ഉണ്ട്. ഗ്രാൻഡ്സ് ആർ പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ദി ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ്. Government receive interest for loans given to various enterprises
ഏജൻസീസ് ആൻഡ് കൺട്രീസ്. അപ്പൊ ഗവൺമെന്റിന് എന്ത് കിട്ടും? ഗവൺമെന്റ് പല എന്റർപ്രൈസസിനും ഏജൻസീസിനും കൺട്രീസിനും ഒക്കെ എന്ത് കൊടുത്തിട്ടുണ്ടാവും? ലോൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ലോണിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഇട്ടുണ്ടാവും കേട്ടോ. ഇനി മറ്റൊന്നാണ് പ്രോഫിറ്റ്. Profit is the net income received from the enterprises operated by the government. Government operate ചെയ്യുന്ന കുറേ enterprises ഉണ്ട് അല്ലേ? സോ അവിടെ നിന്ന് കിട്ടുന്ന നെറ്റ് ഇൻകം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് ഗവൺമെന്റിന്റെ 5 നോൺ ടാക്സ് റവന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. ടാക്സ് റവന്യൂ ചോദിക്കാം, നോൺ ടാക്സ് റവന്യൂ ചോദിക്കാം അല്ലെ? രണ്ടും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചോദിക്കട്ടെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ? നമ്മൾ പബ്ലിക് ഡെറ്റ് ചോദിച്ച പോലെ തന്നെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടാനുള്ള കാരണം രണ്ടും ഏകദേശം ഓൾമോസ്റ്റ് ഒരേ പോയിന്റ്സ് ആണ് അല്ലെ? സോ ഈ പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ടാവാം, ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, വെൽഫെയർ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ, അർബനൈസേഷൻ, ഇൻ കോപ്പ് വിത്ത് natural calamities, aid for unemployed, expenditure related to democratic activities. ഇതൊക്കെ കൊണ്ടായിരിക്കും എന്തുണ്ടാവുക? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുന്നുണ്ടാവുക. നീ അവിടെ നോക്കണ്ടടാ. ഓക്കെ ടെക്സ്റ്റില്ലേ? ഓക്കെ ഫൈൻ. സോ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള കാരണം ചോദിച്ച സ്ഥിതിക്ക് പബ്ലിക് ഡെറ്റ് കൂടാനുള്ള കാരണം ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ബഡ്ജറ്റ്? എക്സ്പ്ലെയിൻ 3 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. ഓക്കെ, എന്താണ് ബഡ്ജറ്റ്? 3 ടൈപ്പ് ഓഫ് ബഡ്ജറ്റും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏപ്രിൽ 1 ടു മാർച്ച് 31 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റിന്റെ എക്സ്പെക്റ്റഡ് ഇൻകവും എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും എത്രയാണ് എന്നതൊക്കെ ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ബഡ്ജറ്റ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 ടൈപ്പ് ബഡ്ജറ്റ്? ബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ട്, സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ട്. ഒരു തവണ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബഡ്ജറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് സർപ്ലസ് ബഡ്ജറ്റ് ആൻഡ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അതേപോലുള്ള ക്വസ്റ്റ്യൻസ് മേ ബി വരാം. അപ്പൊ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആവുമ്പോഴാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയാം. അതേസമയം സർപ്ലസ് ബഡ്ജറ്റ് എന്താണ്? സർപ്ലസ് ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനെക്കാളും കൂടുതൽ ഇൻകം കിട്ടുമ്പോൾ അത് സർപ്ലസും, എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ഇൻകം. ഓക്കെ, ഇൻകത്തിനെക്കാളും കൂടുതൽ ചെലവാണെങ്കിൽ അത് ഡെഫിസിറ്റ് ബഡ്ജറ്റും ആണ്. ഓക്കെ, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബഡ്ജറ്റും അതിന്റെ ടൈപ്പും. ഓക്കെ, സോ ഇതെന്തായാലും പഠിച്ചു വെക്കണം. നോർമലി നമ്മുടെ ആനുവൽ എക്സാമിനൊക്കെ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി? മെൻഷൻ ദി ഗോൾസ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഇത് 2 മാർക്കിന് മുന്നേ ചോദിച്ചാണ്. വാട്ട് ഈസ് ഫിസിക്കൽ പോളിസി? അല്ലെങ്കിൽ ഒരു 4 മാർക്സിന്റെ മേ ബി ചോദിക്കാം അല്ലെ? അപ്പൊ എന്താണ് ഫിസ്ക്കൽ പോളിസി? Government policy regarding public revenue, public expenditure and public debt is called fiscal policy. These policies are implemented through the budget. Okay, government policy ആണ് അല്ലെ? ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് പോളിസി ആണ്. എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്. ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. ആൻഡ് ഈ പോളിസീസ് ഒക്കെ ബജറ്റിലൂടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗോൾസ് എന്ന് പറയുന്നത് 3E ആണ്. ഓക്കെ, ഒന്നെന്താണ്? അറ്റൈൻ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, മറ്റൊന്ന് ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, മറ്റൊന്ന് കൺട്രോൾ അൺനെസസറി എക്സ്പെൻഡിച്ചർ. ഇതാണ് ഫിസ്ക്കൽ പോളിസിയുടെ എയിം എന്ന് പറയുന്നത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രിപ്പിളി. ഓക്കെ, സോ എന്താണ് ഫിസ്ക്കൽ പോളിസി? അതിന്റെ ഗോൾസും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതും നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST നെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? GST ഫസ്റ്റ് ജൂലൈ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. by merging different indirect taxes imposed by central and state government. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇമ്പോസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് merge ചെയ്തുകൊണ്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യെസ് ആൻഡ്ര ഉണ്ട് കേട്ടോ. ഓക്കെ, the taxes are levied at the different stages starting from the production to final consumption of goods and services, and the tax is collected only on value addition. എന്താണ് നമുക്കറിയാം, നമ്മുടെ ടാക്സ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജസിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷേ എന്ത് ചെയ്യാണ്, വാല്യൂ അഡീഷന്റെ മുകളിലായിരിക്കും, പിന്നില്ല GSTന്റെ കേസിൽ വാല്യൂ അഡീഷന്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. The tax is paid in the early stages need not to be paid by the final consumer. Okay, so GST registration is mandatory to the traders if the turnover is more than 20 lakh in a financial year. 20 ലക്ഷത്തിൽ കൂടുതലാണ് ഒരാളുടെ ടേൺ ഓവർ എങ്കിൽ എന്ത് ചെയ്യണം, GST രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ നിരഞ്ജന, ഫൈൻ. ഓക്കെ, നീ എന്താ ഇവിടെ ഇല്ലാത്ത? ഓക്കെ, യെസ്. അപ്പം GST നെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നേക്കാം. നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, GST ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ GST റിലേറ്റ് ചെയ്തിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 4 recommendations ഓഫ് GST കൗൺസിൽ. അപ്പൊ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടാക്സസ്, സെസ് ആൻഡ് സർചാർജസ് that are to be merged into GST. ടാക്സ്, സെസ്, സർചാർജ് ഒക്കെ ഇങ്ങോട്ടേക്ക് മാറ്റണം, GST യിലോട്ട് മാറ്റണം. അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതും GST ന്റെ അണ്ടറിലാക്കണം. GST റേറ്റുകൾ ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളതും, അതേപോലെ ടൈം ഫ്രെയിം ഫോർ ഇൻക്ലൂഡിംഗ് ദ എക്സ്ക്ലൂഡഡ് ഐറ്റംസ് ഇൻ ടു GST. GSTയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം ഫ്രെയിം വേണം എന്നുള്ളത് GSTയുടെ റെക്കമെൻഡേഷൻ ആണ്. അതേപോലെ ഡിറ്റർമിനിങ് ദ ടാക്സ് എക്സംഷൻ ലിമിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ടോട്ടൽ ടേൺ ഓവർ. സോ ഇതൊക്കെയാണ് നമ്മുടെ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ മിഡ് ടേം എക്സാമിനൊക്കെ റൈറ്റ് എനി 4 recommendation 3 recommendation എന്നൊക്കെ പറഞ്ഞിട്ട് 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The bills obtained from the shops are often marked with SGST, CGST and IGST. What does this represent? SGST യും CGST യും IGST യും എന്താണെന്ന് എഴുതിയാൽ മതി അല്ലെ. SGST എന്താണ്? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അല്ലെ, ദ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇനി CGST എന്ന് പറയുന്നത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. അതേസമയം IGST എന്താണ്? ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. The GST on interstate trade is imposed and collected by the central government is known as integrated GST. നമ്മുടെ ഇന്റർസ്റ്റേറ്റ് ട്രേഡ് നടക്കുമ്പോൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് IGST എന്ന് പറയുന്നത്. ഇത് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ SGST യും CGST യും IGST യും പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്. നമ്മുടെ സെസ്സും സർചാർജും ചോദിച്ച പോലെ തന്നെ നമുക്ക് മേ ബി ഡയറക്റ്റ് ടാക്സിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, ഓക്കെ, ഡയറക്റ്റ് ടാക്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എക്സ്പ്ലെയിൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. സോ നമുക്ക് എന്താണ് ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിള്, അതിനെ പറ്റി നമ്മൾ പഠിച്ചു വെക്കണം. സോ മെയിൻ ആയിട്ടുള്ള 2 ഡയറക്റ്റ് ടാക്സ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ ഇൻകം ടാക്സ് it is a tax imposed on the income of the individual. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഇൻകത്തിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എന്ത്, പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. The rate of tax increases as the income increases. നമ്മുടെ എല്ലാവരുടെയും ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ടാക്സിലും ഇൻക്രീസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദി ഇൻകം ദാറ്റ് ഈസ് എബവ് എ സർട്ടൻ ലിമിറ്റ്. എല്ലാവരും ഇൻകം ടാക്സ് കൊടുക്കണ്ട അല്ലെ, ഒരു സർട്ടൻ ലിമിറ്റിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻകം ടാക്സ്
പേ ചെയ്താൽ മതി. ആൻഡ് ഇൻ ഇന്ത്യ ദ ഇൻകം ടാക്സ് ഇസ് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആസ് പെർ ദി ഇൻകം ആക്ട് 1961. ഓക്കെ. ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? This is the tax imposed on the net income or profit of the companies. വലിയ വലിയ കമ്പനീസിന്റെ മുകളില് നെറ്റ് ഇൻകം അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ ഓക്കെ, ഞാൻ ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയാം കേട്ടോ. പറയാം. ഓക്കെ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർചാർജ് ആൻഡ് സെസ് എന്ന് പറയുന്നത്. സർചാർജ് എന്തായിരുന്നു? ടാക്സിന്റെ മുകളിലുള്ള അഡീഷണൽ ടാക്സ് ആണ് അല്ലെ. സോ ഒരു സർട്ടൻ പീരീഡ് വരെ ആയിരിക്കും ഇത് ഇമ്പോസ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം സെസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ഈടാക്കും? ഒരു അഡീഷണൽ ടാക്സ് ഈടാക്കുന്നുണ്ടാവും. സോ ആവശ്യമായിട്ടുള്ള ആ ഒരു പേർപ്പസിന് ആ പേർപ്പസ് മീറ്റ് ചെയ്യാനുള്ള അത്രയും എമൗണ്ട് ആയതിനു ശേഷം ആ സെസ് എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. ഇത് നമ്മുടെ മോഡൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതും നിങ്ങൾ കണ്ടതാണ്. വാട്ട് ആർ ദി കോസസ് ഓഫ് ഇൻക്രീസ് ഇൻ പബ്ലിക് ഡെറ്റ്? Population increase in population, social welfare activities, developmental activities, increase in defense expenditure, urbanization activities, health care, reforms in transport sector. ഇതൊക്കെ നമ്മുടെ എക്സ്പെൻഡിച്ചർ പോലെ തന്നെ രണ്ടും ഏകദേശം നമുക്ക് ഒരേ പോയിന്റ്സ് കുറെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയാലും പബ്ലിക് ഡെറ്റ് ആയാലും കൂടാനുള്ള കാരണങ്ങൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടിലും എഴുതാൻ നമുക്ക് പറ്റും. ഓക്കെ. അപ്പൊ പബ്ലിക് ഡെറ്റ് നമ്മൾ ഓൾറെഡി മോഡലില് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ക്ലാസിഫൈഡ് ഇൻടു ഡെവലപ്മെന്റൽ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഡിഫറൻഷിയേറ്റ് ദ ടു. അപ്പോ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡെവലപ്മെന്റലും നോൺ ഡെവലപ്മെന്റലും. അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഗവൺമെന്റ് വിൽ റിസീവ് ഫ്യൂച്ചർ റവന്യൂ ഫ്രം ദി ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് എന്ത് കിട്ടും? ഫ്യൂച്ചർ റവന്യൂ കിട്ടുന്നതായിരിക്കും. അതേസമയം നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ വാർ, ഇൻട്രസ്റ്റ്, പെൻഷൻ എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പൊ വാർ, ഇൻട്രസ്റ്റ്, പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മീൻ ചെയ്യുന്നത്? അതായത് ഗവൺമെന്റ് എന്ത് കിട്ടില്ല? ഫ്യൂച്ചറിൽ ഒരു റവന്യൂ കിട്ടുന്നുണ്ടാവില്ല. ഏതിൽ നിന്ന്? നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഓക്കെ ആണോ? അല്ലേ? കഴിഞ്ഞു. ഇനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് ആണ് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ പബ്ലിക് ഈ ചാപ്റ്റർ പഠിക്കുന്ന ഒരേ ഒരാളല്ലേ ഉള്ളൂ? ആണോ? ഒരേ ഒരാളല്ലേ ഉള്ളൂ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്. ഓക്കെ. ബ്രേക്ക് ഒക്കെ തരാം. എവിടെ റിഹാന? നീ ഇത് ഒഴിവാക്കിയോ റിഹാന? ഈ ചാപ്റ്റർ ആരും പഠിക്കില്ല? റിഹാന മാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ. മിസ് ചെയ്ത് വേണ്ട, ഭ്രാന്താവുന്നൊക്കെ. അല്ല, നമ്മുടെ റിഹാന ഉണ്ടല്ലോ, അപ്പൊ റിഹാനയ്ക്ക് വേണ്ടി പറയണ്ടേ? നിങ്ങളൊരു ബ്രേക്ക് എടുത്തോ. ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് കയറി നോക്കിയാൽ മതി. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞോ നോക്കിയിട്ട് കയറിയാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ബ്രേക്ക് എടുത്താലോ? ഒരു ബ്രേക്ക് എടുക്കണം. വേണോ ബി? വേണോ? ബ്രേക്ക് എടുത്താന്നൊക്കെ. ഓക്കെ. സോ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ബാക്കി റിമൈനിങ് 3 ചാപ്റ്റേഴ്സും പ്ലസ് നമ്മുടെ Q&A സെഷൻ കൂടി ഉണ്ട്. അതെല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പം ആ 5 ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു പോവാം. സോ എത്ര സമയം ബ്രേക്ക് വേണം? 10 മിനിറ്റ്സ് പോരെ? 10 മിനിറ്റ്സ് പോരെ? ഒരു 5:40 ആകുമ്പോൾ എല്ലാവരും വാ കേട്ടോ. ഈ ചാപ്റ്റർ റിഹാന ഇവിടെ എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ബാക്കിയുള്ളവർ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ വേണമെങ്കിൽ എടുത്തോ. 10 മിനിറ്റ് ആണ്, ഒരു 5 മിനിറ്റ് എക്സ്ട്രാ വേണമെങ്കിൽ എടുത്തോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, അത് നമുക്ക് പറയുക. ഓക്കെ. സോ സീ
Hey everyone, welcome back. So, കുറച്ച് പേര് അവിടെ റെസ്റ്റ് എടുക്കാണ്. ഞങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് കുറച്ചധികം ബ്രേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ റിഹാന, ദിസ് ഇസ് ഫോർ യു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ റിഹാന മാത്രമേ ഈ ചാപ്റ്റർ പഠിക്കുന്നുള്ളൂ. സോ യൂട്യൂബിലും കുറച്ച് പേരുണ്ട്, എന്തായാലും എല്ലാവർക്കും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമല്ലോ. സോ നമ്മുടെ 9th ചാപ്റ്റർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, നമുക്ക് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത് എയിംസ് അല്ലെ, കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ എയിംസും മോഡേൺ ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സെക്ടർ ആണ് വന്നിട്ടുള്ളത്. മോഡേൺ ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണത്? മോഡേൺ ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സെക്ടർ റിഹാന നീ ആക്റ്റീവ്ലി കമന്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതെ, ഡെഡിക്കേറ്റഡ് ഫോർ റിഹാന, കറക്റ്റ് റിഹാന. ഓക്കെ, യെസ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് മോഡേൺ ട്രെൻഡ്സ്? നമ്മുടെ ഈ കോർ ബാങ്കിങ്ങും ഇലക്ട്രോണിക് ബാങ്കിങ്ങും ഒക്കെയാണ്. സോ നമുക്ക് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഇലക്ട്രോണിക് ബാങ്കിങ്. ഓക്കെ, ഈ ബാങ്കിങ്ങിനെ പറ്റി നോട്ട് എഴുതാൻ വേണ്ടി വരാറുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ട്രാൻസാക്ഷൻസും എങ്ങനെയായിരിക്കും? നെറ്റ് ബാങ്കിങ് ഓർ ടെലി ബാങ്കിങ് ത്രൂ ആയിരിക്കും നമുക്ക് പോസിബിൾ ആവുണ്ടാവുക അല്ലെ. സോ അതാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇലക്ട്രോണിക് ബാങ്കിങ് സിസ്റ്റത്തിൽ നമുക്ക് ബാങ്ക് എംപ്ലോയീസിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തുണ്ടാക്കും? ബാങ്ക് അക്കൗണ്ടും നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇലക്ട്രോണിക് ബാങ്കിങ് പോസിബിൾ ആക്കാൻ വേണ്ടി പറ്റും. സോ കമ്പ്യൂട്ടറൈസേഷൻ അല്ലെ. സോ ബാങ്കിങ് സർവീസസ് എംപ്ലോയീസിന്റെ റിക്വയർമെന്റ് ഇല്ലാതെ തന്നെ കമ്പ്യൂട്ടറൈസേഷനും ATM ഫെസിലിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുകൊണ്ട് ഈസി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇലക്ട്രോണിക് ബാങ്കിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ബാങ്ക് ചെയ്യാം, ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് ബാങ്കിങ് ചെയ്യാം. മൊബൈൽ ഫോണിലോ ഏത് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിങ് പോസിബിൾ ആക്കാൻ വേണ്ടി പറ്റും. സോ അതാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ഇനി ഇതേപോലെ മോഡേൺ ട്രെൻഡ്സിൽ നമുക്ക് കോർ ബാങ്കിങ് വരുന്നുണ്ട് അല്ലെ. സോ ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചസും ഒരു സെൻട്രൽ സെർവറിൽ കൊണ്ടുവരികയും സോ ബാങ്കിങ് സർവീസസ് നമുക്ക് എവിടെ ഇരുന്ന് കൊണ്ടും ഏത് ബ്രാഞ്ചസിലേക്ക് നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന ഒരു മോഡേൺ എന്താണ് ഫെസിലിറ്റിയാണ് നമ്മുടെ കോർ ബാങ്കിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. സോ ആസ് എ റിസൾട്ട് ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് ഹാവ് ബീൻ bought together. സോ അതുവഴി എന്തുണ്ടാക്കും? നമ്മുടെ ട്രാൻസാക്ഷൻസ് സിമ്പിൾ ആക്കുന്ന ഒന്നാണ് കോർ ബാങ്കിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ മോഡേൺ ട്രെൻഡ്സ് ആൻഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ബാങ്കിങ്ങും കോർ ബാങ്കിങ്ങും നമുക്ക് ആനുവൽ എക്സാമിന് ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓൾറെഡി ഇത് മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, മെൻഷൻ എനി 3 collateral that the banks accept to provide loans. നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആ. അപ്പൊ നമുക്ക് അറിയാം ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക. സോ 4 മാർക്സ്. ഓക്കെ, അപ്പം 3 എന്നുള്ള രീതിയിൽ മുന്നേ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. സോ 4 മാർക്സിനോ 4 കൊളാട്രലോ അല്ലെങ്കിൽ വാട്ട് എവർ. ഓക്കെ, കൊളാട്രൽ ഏതെങ്കിലും ചോദിക്കാം. നമുക്ക് എന്തൊക്കെ കൊളാട്രൽ ഉണ്ട്? ഗോൾഡ് വെക്കാം, പ്രോപ്പർട്ടി ഡോക്യുമെന്റ് വെക്കാം, FD സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലോൺ കിട്ടാം. ഓക്കെ, സോ എന്തൊക്കെ കൊളാട്രൽ ആണ് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ്? പ്രിന്റിംഗ് ഓഫ് കറൻസി, കൺട്രോളിംഗ് ക്രെഡിറ്റ്, ബാങ്കേഴ്സ് ടു ഗവൺമെന്റ്, ബാങ്കേഴ്സ് ബാങ്ക്. അപ്പൊ ഇവിടെ വാട്ട് ആർ ദി ഫങ്ഷൻസ്? അതേസമയം എക്സ്പ്ലെയിൻ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിലോ, എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചോദിക്കാം അല്ലെ. സോ എന്തൊക്കെയാണ്? നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ, പ്രിന്റിംഗ് ഓഫ് കറൻസി പ്രിന്റ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓൾ കറൻസീസ് എക്സെപ്റ്റ് 1 rupee നോട്ട്. അതൊക്കെ ആരാ ചെയ്യുന്നത്? സെൻട്രൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 1 rupee നോട്ടും സബ്സിഡറി കോയിൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം പ്രിന്റിംഗ് ഓഫ് കറൻസി, 1 രൂപ നോട്ട് ഒഴിച്ചുള്ള എല്ലാ കറൻസീസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അതേപോലെ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് മണി സപ്ലൈ കൂട്ടാനും കുറക്കാനും എന്ത് പറ്റും? ആർക്ക് പറ്റും? റിസർവ് ബാങ്കിന് പറ്റും. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാം. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ എന്തായിരിക്കും? ലോണിന്റെ വോളിയം കുറയും.
ഓക്കെ, ലോണിന്റെ വോളിയം കുറയും, അതുവഴി മണി സപ്ലൈ കുറക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് ലോണിന്റെ വോളിയം കൂട്ടിയിട്ട് മണി സപ്ലൈ കൂട്ടാനും ആർക്ക് പറ്റും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പറ്റും. അതാണ് ഈ കൺട്രോളിംഗ് ഓഫ് ക്രെഡിറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി മറ്റൊരു ഫംഗ്ഷൻ ആണ് ബാങ്ക് ടു ഗവൺമെന്റ്. ബാങ്ക് ടു ഗവൺമെന്റ് അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒക്കെ ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. സോ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? ഗവൺമെന്റിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും, ലോൺ സാങ്ഷൻ ചെയ്യും. സോ അങ്ങനെയുള്ള ബാങ്കിങ് സർവീസ് ഒക്കെ നമ്മുടെ RBI ഗവൺമെന്റിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ ഇതിനു വേണ്ടി ഗവൺമെന്റ് RBI എന്ത് ചെയ്യില്ല? എക്സ്ട്രാ ചാർജസ് ഒന്നും ഈടാക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് ബാങ്കേഴ്സ് ബാങ്ക്. നമ്മുടെ ബാങ്കിനും ആരാണ്? ഈ പറയുന്ന RBI ഒരു ബാങ്കറാണ്. ഓക്കെ, റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പെക്സ് ബാങ്ക് ഓഫ് ഓൾ ബാങ്ക്സ്. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യും? നമ്മുടെ റിസർവ് ബാങ്ക് ഈ പറയുന്ന ബാക്കിയുള്ള ബാങ്കുകളെ അഡ്വൈസ് ചെയ്യും, അതേപോലെ അസിസ്റ്റ് ചെയ്യും. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മുടെ ആര് ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഫങ്ഷൻസ് ഓഫ് RBI. ബ്ലൂം എനിക്ക് സൗകര്യമില്ല. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ദി പർപ്പസ് ഫോർ വിച്ച് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ലോൺസ് ടു പബ്ലിക്? ഓക്കെ, എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, എന്തിനൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൊടുക്കുന്നുണ്ട്, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്, വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്, ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് ലോൺസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ സിംപ്ലി നമ്മൾ എന്തെങ്കിലും ലോൺ എടുക്കുന്നതിന് ചിന്തിച്ചാൽ മതി. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്? ഓക്കെ, FDയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ആർ ഐഡിൽ ഫോർ ഡെപ്പോസിറ്റിംഗ് മണി ഇൻ ബാങ്ക്സ്, ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഒരു ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി നമ്മുടെ മറ്റുള്ള ഡെപ്പോസിറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും? ഹൈലി കൂടുതലായിരിക്കും. ഓക്കെ, സോ ബാക്കിയുള്ള ഡെപ്പോസിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. സോ അതേപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഇൻ കേസ് ഈ ഒരു ഡെപ്പോസിറ്റ് മെച്യൂരിറ്റി ഡേറ്റിന് മുന്നേ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? കുറയുന്നതായിരിക്കും. സോ ഇതാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ ഫീച്ചേഴ്സ്. ഇതേപോലെ നമുക്ക് സേവിങ്സ് ഡെപ്പോസിറ്റ് ചോദിക്കാം, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ചോദിക്കാം, കറണ്ട് ഡെപ്പോസിറ്റ് ചോദിക്കാം. സോ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. എല്ലാത്തിന്റെ ഫീച്ചേഴ്സ്, എല്ലാ ഡെപ്പോസിറ്റിന്റെയും ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി മെയിൻ എയിംസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ എയിംസ് എന്തൊക്കെയാണെന്നാണ്. ഇത് നമ്മുടെ മോഡൽ എക്സാമിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു? പബ്ലിക്കിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ വില്ലേജസിനെ മണി ലെൻഡേഴ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ വില്ലേജസിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ പബ്ലിക്കിന്റെ സേവിങ്സ് ഹാബിറ്റ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, വാട്ട് ആർ ദി മേജർ ഗോൾസ് ഓഫ് മൈക്രോ ഫിനാൻസ്? മൈക്രോ ഫിനാൻസിന്റെ പ്രധാനപ്പെട്ട ഗോൾസ് എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ എന്താണ്? helps in collective development in mobilizing money from individual. Microfinance ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് വേഗം കമന്റ് ഇട്ടോളൂ കേട്ടോ. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും അല്ലെ. സോ ഈ ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യും? മണി മൊബിലൈസ് ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഗോളാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി പുവർ. പാവപ്പെട്ടവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മൈക്രോ ഫിനാൻസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഗോൾ ആണ്. അതേപോലെ ആൾക്കാരുടെ സേവിങ്സ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക, എൻകറേജ് ചെയ്യാന്നുള്ളത് ഒരു എയിമാണ്. അതേപോലെ മേക്ക് യൂസ് ഓഫ് ദി ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് മൈക്രോ
ഫിനാൻസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതുണ്ട്. ആൻഡ് ഈ മെമ്പേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ എന്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതും മൈക്രോ ഫിനാൻസിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഒരു 2 ടൈംസ് മോഡലിനും ആനുവലിനൊക്കെ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് മേജർ ഗോൾസ് ഓഫ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് എന്തായാലും പഠിക്കാം കേട്ടോ റിഹാന. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി മെയിൻ സർവീസസ് പ്രൊവൈഡഡ് ബൈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്? നമ്മുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട് അല്ലെ, NBFCs. ഓക്കെ, അവരുടെ പ്രധാനപ്പെട്ട സർവീസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സർവീസസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് എന്താണ്? പ്രൊവൈഡ് ലോൺസ് ഫോർ ഹയർ പർച്ചേസസ്, ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടി ലോൺ പ്രൊവൈഡ് ചെയ്യുക, ഗോൾഡ് ലോൺ പ്രൊവൈഡ് ചെയ്യുക, FD ഡെപ്പോസിറ്റിന്റെ മുകളിൽ FDന്റെ മുകളിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ ചിട്ടീസ് റൺ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ NBFCസിന്റെ സർവീസ്, അവർ എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the purpose for which banks provide cash credit to the public? ഈ ബാങ്ക് എന്തിനാണ് ക്യാഷ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എല്ലാത്തിനും ഓൾമോസ്റ്റ് ഒരേപോലെയുള്ള ആൻസേഴ്സ് ആയിരിക്കും. നമ്മൾ എന്തിനാണ് ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഏകദേശം NBFCസിന്റെ ആണെങ്കിൽ അതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത് ചിട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തിനാണ് ക്യാഷ് ക്രെഡിറ്റ്? ഗവൺമെന്റ് അല്ല, ബാങ്കുകൾ എന്തിനാണ് ക്യാഷ് ക്രെഡിറ്റ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്? അഗ്രികൾച്ചർ പർപ്പസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉണ്ട്, ഹൗസ് കൺസ്ട്രക്ഷൻ ഉണ്ട്, വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യാനൊക്കെ ഈ ക്യാഷ് ക്രെഡിറ്റ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ RBIയുടെ ഫംഗ്ഷൻസ്, RBIനെ പറ്റി പഠിക്കുന്നു, RBIയുടെ ഫംഗ്ഷൻസ് പഠിക്കുന്നു അല്ലെ. പിന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബാങ്കുകള്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കിന്റെ മോഡേൺ ട്രെൻഡ്സും കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ എയിംസ് ഒക്കെ നമുക്ക് എക്സാമിന് ഓൾറെഡി വന്നു കഴിഞ്ഞു. മോഡൽ എക്സാമിന് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ചാപ്റ്റർ. ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്. എവിടെ ഇത് പഠിക്കുന്ന ആൾക്കാരൊക്കെ എവിടെ? ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്. നാളെ ഇത് വരും. ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. നീ ഇതാണോ പഠിക്കണേ? അല്ലല്ലോ, അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്. ലാൻഡ്സ്കേപ്പ് അനാലിസിസ്. അതിൽ നിന്ന് ഗ്രിഡ് റെഫറൻസ് ഒക്കെയാണ് മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത്. മിക്കവാറും ഗ്രിഡ് തന്നെ ആയിരിക്കും വരിക അല്ലെ. ഗ്രിഡും അതേപോലെ ഏതായിരുന്നു വന്നേ? 4 മാർക്കിന് ഗ്രിഡാ വന്നേ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, 4 മാർക്കേ ഉള്ളൂ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവുക. ആ 4 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കുറെ ഏരിയാസ് ഉണ്ട്. റിമോട്ട് സെൻസിങ് ഉണ്ട്. റിമോട്ട് സെൻസിങ്ങിന്റെ ഡിഫറെന്റ് എന്താണ് ടൈപ്പുകൾ ഉണ്ട് അല്ലെ. റിമോട്ട് സെൻസിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ആ ടൈപ്പിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഓരോന്നിന്റെയും അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അതിന്റെ ടൈപ്പ്, പിന്നെ GIS, അങ്ങനെ വലിയൊരു ചാപ്റ്റർ ആണിത്. അപ്പൊ 4 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് റിമോട്ട് തോന്നുന്നല്ല, മോഡൽ എക്സാമിന് നിങ്ങൾക്ക് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഏരിയയിൽ വരാം അല്ലെ. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ റിമോട്ട് സെൻസിങ്? എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം. അതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പക്ഷെ ബേസ്ഡ് ഓൺ എനർജി. അപ്പൊ 2 രീതിയില്, അതായത് റിമോട്ട് സെൻസിങ് എന്താണെന്നും റിമോട്ട് സെൻസിങ്ങിന്റെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനും എന്ത് വന്നിട്ടുണ്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അഭിരാമി, ഗ്രിഡ് ആണെങ്കിൽ അത് ചെയ്യുന്നല്ലേ. ഓക്കെ, സോ ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, സോ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് എൻ ഒബ്ജെക്ട്
place or phenomenon without actual physical contact is remote sensing. Okay, അപ്പോൾ നമുക്ക് ഒരു ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റോ പ്ലേസ് എന്ത് ഫിനോമിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ്ങിനെ നമ്മൾ രണ്ട് തരത്തില്, ഇപ്പൊ സോഴ്സ് ഓഫ് എനർജിയുടെ ബേസിസിലും പ്ലാറ്റ്ഫോമിന്റെ ബേസിസിലും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോഴ്സ് ഓഫ് എനർജിയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും ആണ്. സോ റിമോട്ട് സെൻസിങ് ഈസ് carried out with the help of solar energy is known as passive remote sensing. സോളാർ എനർജിയുടെ ഹെൽപ്പോട് കൂടി റിമോട്ട് സെൻസിങ് പോസിബിൾ ആക്കുന്ന മെത്തേഡ് ആണ് പാസീവ് റിമോട്ട് സെൻസിങ്. അതേസമയം ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിനകത്ത് എന്തായിരിക്കും, ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും റിമോട്ട് സെൻസിങ് പോസിബിൾ ആക്കുന്നുണ്ടാവുക. സോ ഇതിനകത്ത് എനർജി റേഡിയേറ്റിംഗ് സെൻസേഴ്സിൽ നിന്ന് എനർജി റേഡിയേറ്റ് ചെയ്തിട്ടാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് പോസിബിൾ ആക്കുന്നുണ്ടാവുക. സോ അതാണ് പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ബേസിസിലാണെങ്കിൽ 3 ടൈപ്പ് ആണുള്ളത്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ, എവിടെയാണോ ഈ സെൻസേഴ്സ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിച്ചത്. സോ അതില് 3 ടൈപ്പ് ആണുള്ളത്: ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ടോപ്പോഗ്രഫിയിലെ ക്യാമറാസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. അതേസമയം ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാല് എയർക്രാഫ്റ്റുകളിൽ സെൻസേഴ്സ് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ എർത്തിന്റെ സർഫസിലുള്ള ഒബ്ജക്റ്റിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്ന കൈൻഡ് ഓഫ് റിമോട്ട് സെൻസിങ് ആണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഇനി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളിൽ ഈ സെൻസേഴ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളിൽ ഫിക്സ് ചെയ്തതിനു ശേഷം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങും അതിന്റെ ടൈപ്പും അത് പ്ലാറ്റ്ഫോം ആകാം അല്ലെങ്കിൽ ഏതാകാം, സോഴ്സ് ഓഫ് എനർജി ആകാം. സോ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്? ആനുവൽ എക്സാമിന് 2 തവണയൊക്കെ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പറ്റുക? ഷേക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റ് എഫക്ട് ദ ക്വാളിറ്റി ഓഫ് ഫോട്ടോസ്. എയർക്രാഫ്റ്റ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ്, ഈ കളക്ട് ചെയ്യുന്ന ഫോട്ടോസിന്റെ ക്വാളിറ്റിനെ അത് ബാധിക്കാം. എയർക്രാഫ്റ്റ് റിക്വയർ ഓപ്പൺ സ്പേസസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ്. ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും എന്ത് വേണം, വലിയ ഓപ്പൺ സ്പേസസ് വേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് റീജിയൻ ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്. വളരെ വലിയ വാസ്റ്റ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക എന്നുള്ളതും പോസിബിൾ അല്ല. ആൻഡ് ലാൻഡിംഗ് ദി എയർക്രാഫ്റ്റ് ഫ്രീക്വന്റ്ലി ഫോർ റീഫ്യൂവലിംഗ് ഇൻക്രീസസ് ദ കോസ്റ്റ്. അതേപോലെ ഇതിങ്ങനെ റീഫ്യൂവൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെ. സോ അതും എന്തായിരിക്കും, അതും ലാർജ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് വേണ്ട ഒരു കാര്യമാണ്. സോ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Substantiate the capability of buffer analysis in geographical information system with examples. List the other analytical capabilities of GIS. Okay, appa analytical capabilities of GIS buffer analysis കൂടാതെ ഏതൊക്കെയാണ് രണ്ടെണ്ണം? വേഗം കമന്റ് ചെയ്തേ. യെസ്, ഓ കുറെ ദിവസമായി അഭിരാമി, അതുകൊണ്ടാ. യെസ്, ഏതൊക്കെയാ? നെറ്റ്വർക്ക് അനാലിസിസും അതേപോലെ തന്നെ ഓവർലേ അനാലിസിസ് അല്ലെ. ഓക്കെ, സോ നെറ്റ്വർക്ക് ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Overlay analysis is used for understanding the mutual relationship among the various features on the earth surface. അതായത് എർത്തിന്റെ സർഫസിലുള്ള വാരിയസ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ,
ആ ഫീച്ചേഴ്സ് ഒക്കെ തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പീരിയോഡിക് ചേഞ്ചസ്, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് തന്നെ പല പീരിയഡിലും പല സീസൺസിലും എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ ഓവർലേ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോപ്പിന്റെ ഏരിയാസിൽ ചേഞ്ചസ് വരുന്നതും ലാൻഡ് യൂസിന്റെ ചേഞ്ചസ് വരുന്നതും ഒക്കെ നമുക്ക് ഓവർലേ അനാലിസിസ് ത്രൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ബഫർ അനാലിസിസിലോട്ട് വരുമ്പം എ സർക്കുലർ സോൺ ഈസ് ക്രിയേറ്റഡ് അറൌണ്ട് എ പോയിന്റ് feature or a parallel zone created aside as a linear feature in buffer analysis is called buffer zone. അതായത് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ബഫർ അനാലിസിസ് പോസിബിൾ ആക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഏതെങ്കിലും ഒരു പോയിന്റ് ഫീച്ചറിലാണെങ്കിൽ അതിന് ചുറ്റും എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് വരുവാണെങ്കിൽ, ഇൻ കേസ് ഒരു സ്റ്റേഡിയം വരുവാണെങ്കിൽ അതിന്റെ ചുറ്റിലും, ഒരു സ്റ്റേഡിയം നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അതിന്റെ ചുറ്റിലും എന്തൊക്കെ ഫിസിക്കൽ ഫീച്ചർ പോകുന്നു, എന്തൊക്കെ നാച്ചുറൽ കൾച്ചറൽ ഫീച്ചേഴ്സ് പോകുന്നു, അപ്പൊ അതൊക്കെ നമുക്ക് എന്താക്കാം, ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് അനാലിസിസ് നടത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു റോഡ് കൺസ്ട്രക്ഷന്റെ സമയത്ത്, അല്ല ലീനിയർ ഫീച്ചർ ആണ്, റോഡ് കൺസ്ട്രക്ഷന്റെ സമയത്ത് ഇതേപോലെ വീടുകളോ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും നഷ്ടമാവുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് അനാലിസിസ് പോസിബിൾ ആക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ഒന്നാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് ആകെ ലീനിയർ ഫീച്ചേഴ്സുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് മെയിൻ ആയിട്ട് റോഡ്, റെയിൽവേ ലൈനൊക്കെ, ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസ് ആണ് അല്ലെ. സോ നമുക്ക് ഈസിയസ്റ്റ് വേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ എന്ത് ഹെൽപ്പ്, കൺജസ്റ്റഡ് ആയിട്ടുള്ള ലെസ് കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ നെറ്റ്വർക്ക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആൻഡ് സൺ സിൻക്രണൈസ് സാറ്റലൈറ്റ്. ഇത് ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ഇയർ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും സൺ സിൻക്രണൈസ് സാറ്റലൈറ്റിനും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സനു ബിസ് സുഖല്ലേന്ന്, അതെ. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് അതിന്റെ ഈക്വൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എർത്തിൽ നിന്ന് 36,000 കിലോമീറ്റർ എബവ് ആയിട്ടാണ് നമ്മുടെ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അല്ലെ, നമ്മൾ ഈ പറയുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും സൺ സിൻക്രണൈസ് സാറ്റലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പോസിബിൾ ആക്കുന്നത്. സോ 1/3 ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ ഒരു 36 കിലോമീറ്റർ എബവ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തിന്റെ 1/3 വ്യൂവും എവിടെ വരുന്നുണ്ട്, നമ്മുടെ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഈ സാറ്റലൈറ്റ് നമ്മുടെ എർത്തിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് തന്നെ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ്ലി എബവ്, ഇറ്റ് സ്റ്റേസ് കോൺസ്റ്റന്റ്ലി എബവ് എ സ്പെസിഫിക് പ്ലേസ് ആണ് ഇൻ എർത്ത്. ഒരു സ്പെസിഫിക് പ്ലേസിന്റെ കണ്ടിന്യൂസ് ഡാറ്റ, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ആ പ്ലേസിന്റെ കണ്ടിന്യൂസ് ഡാറ്റ പോസിബിൾ ആക്കാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലസ് ടെലികമ്മ്യൂണിക്കേഷനും വെതർ സ്റ്റഡീസിനൊക്കെ നമ്മൾ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇന്ത്യയുടെ ഇൻസാറ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇൻസാറ്റ് എന്താണ്, ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. ഇനി സൺ സിൻക്രണൈസ് സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോൾസ് കണക്ട് ചെയ്തിട്ടാണ് സൺ സിൻക്രണൈസ് സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സൺ സിൻക്രണൈസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് പാസ് അറൌണ്ട് ദി എർത്ത് അലോങ് പോൾസ്. ഓക്കെ, പോൾസിലൂടെ ഇങ്ങനെയാണ് അത് കറങ്ങുണ്ടാവുക. ഓക്കെ, സോ ഇതിന്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് 900 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് കിടക്കുന്നത്. സോ ഇതിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് സൺ സിൻക്രണൈസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആകെ 900 കിലോമീറ്റർ അത്രയും ദൂരെയല്ലേ ഇരിക്കുന്നത്. സോ ജിയോ സ്റ്റേഷനറി പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അത്രയും ഏരിയ ആർക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, സൺ സിൻക്രണൈസ് സാറ്റലൈറ്റിന് പറ്റില്ല. ആൻഡ് ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാം, നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൺ സിൻക്രണൈസ് സാറ്റലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിന്റെ ഡാറ്റ, ലാൻഡ് യൂസ്, ഗ്രൗണ്ട് വാട്ടർ, ഇങ്ങനെയൊക്കെയുള്ള ഡാറ്റ കളക്ഷനെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സൺ സിൻക്രണൈസ് സാറ്റലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ സാറ്റലൈറ്റ് മെയിൻ ആയിട്ട് റിമോട്ട് സെൻസിങ്
പർപ്പസിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്ലസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IRS-ഉം Landsat സീരീസും സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇനി ഇത് മേ ബി 4 മാർക്കിന് ചോദിക്കാം അല്ലെ, രണ്ടും കൂടി. അതെ ഓക്കെ, രണ്ടും കൂടി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതിലെ കുറച്ച് ടേംസ് ആണ് കേട്ടോ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മേ ബി വന്നാൽ ഇത് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആണ്. നിങ്ങൾക്ക് ഓരോ ടേംസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ടേം തന്നിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ അത് എന്താണെന്നും വന്നിട്ടുണ്ട്. ഓക്കെ, സോ 2 aerial photographs of adjoining areas with overlap. ഇതിനെ നമ്മൾ എന്താ വിളിച്ചേ? ഓവർലാപ്പ്. ഓവർലാപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സ്റ്റീരിയോ പെയർ, റൈറ്റ്. പ്ലാറ്റ്ഫോം എന്തായിരുന്നു? പ്ലാറ്റ്ഫോം നമ്മുടെ സെൻസേഴ്സ് ഫിക്സ് ചെയ്യുന്ന അല്ലെ, അതല്ലേ പ്ലാറ്റ്ഫോം? കൈലാസെ അറിയാം. ഓക്കെ, ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏരിയല്ലോ, നോ ഏരിയ. അങ്ങനെയാണെങ്കിൽ the size of the smallest object on the earth's surface that a satellite sensor can distinguish. സാറ്റലൈറ്റ് സെൻസേഴ്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീരിയോസ്കോപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പേഷ്യൽ റെസൊല്യൂഷൻ ഓർമ്മയില്ലേ? ഓക്കെ, അപ്പം ഓവർലാപ്പ് ആണ്. ഓവർലാപ്പിൽ 2 ഏരിയൽ ഫോട്ടോഗ്രാഫ് ഓഫ് 2 ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ഓഫ് അഡ്ജോയിനിങ് ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീരിയോ പെയർ ആണ്. ഓക്കെ, അതേപോലെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കാരിയേഴ്സ് ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സ് ചെയ്യുന്ന, നമ്മുടെ സെൻസേഴ്സ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു എന്താണ് ഫിക്സ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാറ്റ്ഫോം എന്ന് വിളിച്ചത്. ഓക്കെ, സോ ഈ സൈസ് ഓഫ് ദി സ്മോളസ്റ്റ് ഒബ്ജക്ട് ഓൺ ദി എർത്ത് സർഫസ് ദാറ്റ് സാറ്റലൈറ്റ് സെൻസർ ക്യാൻ ഡിസ്റ്റിംഗ്വിഷ്, സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ്. അതേപോലെ എന്താണ് സ്റ്റീരിയോസ്കോപ്പ്? സ്റ്റീരിയോസ്കോപ്പ് is the instrument that provide 3-dimensional view from aerial photographs. ഓക്കെ, അതാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ, 4 മാർക്കിന് ഇതും ചോദിക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി യൂസസ് ഓഫ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം? GIS റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മിഡ് ടേം എക്സാമിന്റെ മാരത്തൺ ഒക്കെ പോകുന്ന സമയത്ത് എന്താണ് GIS, അതിന്റെ എന്താണ് യൂസസ്, അതേപോലെ തന്നെ GPS-ന്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. സോ അതേപോലെ യൂസസ് ഓഫ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തൊക്കെയാണ്? കമ്പൈൽ ഡാറ്റ ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യണം, അതിനെ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യണം, ആൻഡ് അതിനെ എന്ത് ചെയ്യണം? നമുക്ക് തീമാറ്റിക് സ്റ്റഡീസിന് വേണ്ടി സെപ്പറേറ്റ് നമുക്ക് ഓരോ തീമുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് തീമാറ്റിക് സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യാൻ കേപ്പബിൾ ആക്കണം അല്ലെ. അതേപോലെ തന്നെ റെപ്രസെന്റ് ജിയോഗ്രഫിക് ഫീച്ചേഴ്സ് സ്പാഷ്യലി, ജനറേറ്റ് വിഷ്വൽ മോഡൽസ്, നമുക്ക് ഫ്യൂച്ചർ ഫിനോമിനാസിന്റെ ഒക്കെ വിഷ്വൽ മോഡൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് GIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിപ്പയർ മാപ്സ്, ടേബിൾസ്, ഗ്രാഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? GIS നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് GIS-ന്റെ യൂസസ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് GIS-ന്റെ യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഏരിയൽ റിമോട്ട് സെൻസിങ് ആൻഡ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഒരു തവണ മോഡലിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏരിയൽ റിമോട്ട് സെൻസിങ്ങും സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഏരിയൽ റിമോട്ട് സെൻസിങ് നമുക്ക് ഓൾറെഡി അറിയാം, എയർക്രാഫ്റ്റില് എന്താണ് ക്യാമറാസ് മൗണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? എർത്തിന്റെ സർഫസിലെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നോർമലി കമ്പാരിറ്റീവ്ലി ചെറിയ ഏരിയാസിന്റെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഏരിയൽ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ എന്തായിരിക്കും? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ റീജിയന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ എയർക്രാഫ്റ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നോ അവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആകും. ഏത് വഴി? ഏരിയൽ റിമോട്ട് സെൻസിങ് വഴി. അതേസമയം സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് സാറ്റലൈറ്റുകളിൽ ഫിക്സ് ചെയ്ത ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള സെൻസേഴ്സ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം? റിമോട്ട് സെൻസിങ് പോസിബിൾ ആക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, ജിയോ സ്റ്റേഷനറിയും സൺ സിൻക്രണൈസ് സാറ്റലൈറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, റൈറ്റ് any 4 uses of remote sensing technology. റിമോട്ട് സെൻസിങ് ടെക്നോളജിയുടെ ഏതെങ്കിലും 4 യൂസസ്. ഇതും ഒരു തവണ മോഡലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാ. ഓക്കെ, ഇത് പഠിക്കുന്നവരൊന്നും എന്താ ഇറങ്ങാത്തെ? ആ പറഞ്ഞോ, ഈ റിമോട്ട് സെൻസിങ് ടെക്നോളജിയുടെ യൂസസ് എന്തൊക്കെയാ അറിയോ? ഇത് വന്ന് രക്ഷപ്പെട്ടോ? ഓക്കെ, എന്തൊക്കെയാണ്? ഫോർ ദി അസസ്മെന്റ് ഓഫ് വെദർ ആൻഡ് ഇറ്റ്സ് ഒബ്സർവേഷൻ, അല്ലെ, വെദർ കണ്ടീഷനിലുള്ള മാറ്റം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഓഷൻ എക്സ്പ്ലോറേഷൻ, യെസ്, അണ്ടർസ്റ്റാൻഡ് ദി ലാൻഡ് യൂസ് ഓഫ് എൻ ഏരിയ, ഫോർ മോണിറ്ററിംഗ് ദ ഫ്ലഡ് ആൻഡ് drought, for identifying forest fires in deep forest and adopt controlling measures. ഇവിടെ adopt controlling measures ആണ്. And to collect data regarding the extent of crops and spread of pest attack, for oil exploration, locate groundwater potential places. അങ്ങനെ കുറേ യൂസസ് എവിടെ ഉണ്ട് നമ്മുടെ റിമോട്ട് സെൻസിംഗ് ഉണ്ട്. അപ്പൊ റിമോട്ട് സെൻസിംഗ് നമ്മൾ നോർമലി ഡാറ്റ കളക്ഷൻ ആണ്, നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്. എർത്തിന്റെ സർഫസിലുള്ളതും ഫിനോമിനാസ് ആയാലും എല്ലാത്തിനും പറ്റിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അപ്പൊ അതിന് കുറെ പേർപ്പസ് ഉണ്ട്, അല്ലെ, കുറെ യൂസ്. ആ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് ഇത്രയും യൂസസ് ഉണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. റൈറ്റ് ദി 4 യൂസസ് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്നോ വാട്ട് ആർ ദി യൂസസ് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്നൊക്കെ ചോദിക്കാൻ, റിമോട്ട് സെൻസിംഗ് ടെക്നോളജി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഏരിയൽ റിമോട്ട് സെൻസിംഗ്? എക്സ്പ്ലെയിൻ ഓവർലാപ്പ് ഇൻ ഫോട്ടോഗ്രാഫ്സ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്കറിയാം ഓവർലാപ്പ്, ഏരിയൽ റിമോട്ട് സെൻസിംഗ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അല്ലെ, ഓൾറെഡി ഒരു 2 തവണ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? എയർക്രാഫ്റ്റുകളിൽ സെൻസേഴ്സ് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള ഫോട്ടോഗ്രാഫ്സ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യാന്നുള്ളതാണ് ഏരിയൽ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓവർലാപ്പ് എന്താണ്? അതായത് ഈ എയർക്രാഫ്റ്റുകള് ഓരോ ഏരിയ കടന്നു പോകുമ്പോഴും ഓരോ സ്ഥലത്തിന്റെയും പിക്ചേഴ്സ് എടുക്കും, അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ പിക്ചേഴ്സ് എടുക്കും. പക്ഷേ ആദ്യം എടുത്ത ഫോട്ടോയുടെ 60% അടുത്ത ഫോട്ടോയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓരോ പ്ലേസിന്റെയും 60% ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഓരോ ഇമേജും വരുന്നത്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ 60% ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോഗ്രാഫ്സ് ഫോട്ടോ എടുക്കുന്നത്. ആൻഡ് ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? 3 ഡയമെൻഷണൽ വ്യൂ, അതായത് സ്റ്റീരിയോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് 3 ഡയമെൻഷണൽ വിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഓവർലാപ്പ് എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള 2 ഫോട്ടോഗ്രാഫ്സ്, 2 അഡ്ജോയിനിങ് ഏരിയാസിന്റെ ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്റ്റീരിയോ പെയർ എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒക്കെ എന്താണ്? നമുക്ക് 3 ഡയമെൻഷണൽ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആൻഡ് സച്ച് എ 3 ഡയമെൻഷണൽ വ്യൂ obtained is called stereoscopic vision. അപ്പൊ സ്റ്റീരിയോസ്കോപ്പ് വെച്ചിട്ട് 3 ഡയമെൻഷണൽ വ്യൂ കിട്ടുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷനിൽ വന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനോട് വളരെയധികം സ്നേഹമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ട്. ആരൊക്കെയാണത്? നമുക്ക് ഐസ് ഇൻ ദ സ്കൈ വേണ്ട, ഞങ്ങള് ലാൻഡിൽ നിന്നേക്കാം. കുറച്ചു പേരേ ഉള്ളൂ? അല്ല വന്നോണ്ടിരിക്കാം, അല്ലെ. അപ്പൊ എല്ലാരും ആ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്തേ. ഗോകുലേ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിലെ അർജുൻ നിന്റെ ക്യാമറയാണോ പ്രശ്നം? ഞാനുണ്ടേ. റെസ്ലിൻ, അലോക്, ആരോമലെ, എനിക്കുണ്ടായിരുന്നിയ ആരോമല്, ബെനീറ്റ, ഫാത്തിമ, നഫ. ക്യാമറ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, അതെ, ഐസ് ഇൻ ദ സ്കൈ. ഐസ് ഇൻ ദ സ്കൈക്കാര് ലീവ് ചെയ്യല്ലേ? നമുക്ക് മറ്റേ Q&A ഉണ്ട്, ഒരു ലൈക്ക് 5 ചാപ്റ്റേഴ്സിന്റെ Q&A ഉണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ആക്റ്റീവായിട്ട് കമന്റ് ചെയ്യണം. ആരെ ഫസ്റ്റ് കമന്റ് ചെയ്യാൻ നമുക്ക് നോക്കട്ടെ. അപ്പൊ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
What is meant by intervisibility in topographical maps? List out any two contexts where the possibilities of intervisibility in topographical maps can be used. 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റർവിസിബിലിറ്റി? ഇന്റർവിസിബിലിറ്റി പോസിബിൾ ആകുന്ന രണ്ട് കോണ്ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് 4 മാർക്സിന്. ഓക്കെ, സോ 4 മാർക്സിന് എന്തൊക്കെയാണ്? If any two places are mutually visible, then we can establish that these places are indivisible. ഓക്കെ, രണ്ട് പ്ലേസസ് മ്യൂച്വലി വിസിബിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർവിസിബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പം രണ്ട് ഇന്റർവിസിബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ്, ഇന്റർവിസിബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇറക്റ്റിംഗ് ഇലക്ട്രിക് പോസ്റ്റ്, മൊബൈൽ ടവേഴ്സ്, വയർലെസ് ട്രാൻസ്മിഷൻ ടവേഴ്സ്. ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ഇന്റർവിസിബിലിറ്റി അസസ്മെന്റ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. സോ ടു ഫൈൻഡ് ഔട്ട് ദി ഇന്റർവിസിബിലിറ്റി ബിറ്റ്വീൻ ടു പ്ലേസസ് വി മസ്റ്റ് ഡ്രോ ദി ഷേപ്പ് ഓഫ് ജിയോഗ്രഫിക്കൽ ഫീച്ചർ ബൈ യൂസിങ് കോണ്ടൂർ ലൈൻസ്. അപ്പോഴാണ് നമ്മൾ ആ കോണ്ടൂർ ലൈൻസ് വരയ്ക്കുന്ന രണ്ട് മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ കോണ്ടൂർ ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഒക്കെ വരച്ചിട്ട് വേണം നമ്മൾ ഈ ഇന്റർവിസിബിലിറ്റി തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇന്റർവിസിബിലിറ്റി ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് നമ്മൾ അങ്ങനെ വിട്ടമിനൊക്കെ ആണെങ്കിലും ഓക്കെ, ഒരുപാട് നമ്മൾ ആനുവൽ എക്സാമിന് ചോദിച്ചില്ല, പക്ഷെ ഇത് ആനുവലില് 2022 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ സൂപ്പർ താരം. ഇവിടെ നിന്ന് എന്തൊക്കെയായിരുന്നു വന്ന ഗ്രിഡ് അല്ലേ വന്നിട്ടുള്ളൂ. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ടോപ്പോഗ്രഫിക്കൽ മാപ്സ്? List out any 3 uses of topographical maps. Topographical mapsന്റെ 3 യൂസസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം എന്തൊക്കെയാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ എർത്തിനകത്തുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള, ഇപ്പൊ നാച്ചുറൽ ഫീച്ചേഴ്സ് ഉണ്ട്, മാൻമെയ്ഡ് ഫീച്ചർ ഉണ്ട്. ഓക്കെ, സോ എല്ലാത്തിന്റെയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു മാപ്പാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ്. സോ അതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പോകുന്നത്? ഇപ്പം അൺഡ്യൂളേഷൻ ഓഫ് ദി ടെറൈൻ, റിവേഴ്സ്, വാട്ടർ ബോഡീസ്, ഫോറസ്റ്റ്, അഗ്രികൾച്ചർ ലാൻഡ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ എർത്തിലുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ളതോ നാച്ചുറൽ ആയിട്ടുള്ളതോ ഏത് ഫീച്ചേഴ്സും ഇതിനകത്തുണ്ടാവും, നമ്മുടെ ടോപ്പോഗ്രഫിക് മാപ്പിൽ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഒന്ന്, എർത്തിന്റെ സർഫസിലുള്ള ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സിന്റെ അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷനും മിലിറ്ററി മാപ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ടോപ്പോഗ്രഫിക് മാപ്പാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ എർത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസും കൾച്ചറൽ റിസോഴ്സസും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും എക്കണോമിക് പ്ലാനിങ്ങിനും അതേപോലെ അർബൻ പ്ലാനിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെ, നമ്മുടെ ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പിനെ. ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് തലയാട്ടിക്ക് എല്ലാരും. ഓക്കെ, അഭി നന്നായിട്ട് തലയാട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കമ്പയർ ദ ഫിസിക്കൽ ഫീച്ചർ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഇൻ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഫിസിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഫീച്ചർ ഒന്ന് കമന്റ് ചെയ്തേ. ഫിസിക്കൽ ഫീച്ചർ എന്തായിരുന്നു? യെസ്, നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ്. റൈറ്റ്, നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ്. കൾച്ചറൽ ഫീച്ചേഴ്സ് ഏതാ? നമ്മുടെ മാൻ മെയ്ഡ് ഫീച്ചറുമാണ്. സോ ഇതിനെ കമ്പയർ ചെയ്താൽ മതി അല്ലെ. സോ ഫിസിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാല് നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഏതൊക്കെ നാച്ചുറൽ ഫീച്ചേഴ്സ് നമുക്ക് പറയാം? വാട്ടർ ബോഡീസ് പറയാം അല്ലെ, റിവർ, സ്ട്രീം, സ്പ്രിംഗ്, അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ഒക്കെ ഈ ഫിസിക്കൽ ഫീച്ചറിൽ വരും. ഇനി കൾച്ചറൽ ഫീച്ചർ എന്ന് പറയുന്നത് മാൻ മെയ്ഡ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്താണ് നമ്മുടെ റോഡ്, മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റോഡ്, ബൗണ്ടറീസ്, നമ്മുടെ കുറെ സെറ്റിൽമെന്റ്, ഈ കാര്യങ്ങളൊക്കെ കൾച്ചറൽ ഫീച്ചറിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ കോണ്ടൂർ ലൈൻ എന്തൊക്കെയാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാല്, വാട്ട് ആർ കോണ്ടൂർ ലൈൻസ്? എന്താണ് കോണ്ടൂർ ലൈൻ എന്ന് ചോദിച്ചു. മെൻഷൻ ദ കളർ യൂസ്ഡ് ടു റെപ്രസെന്റ് കോണ്ടൂർ ലൈൻസ് ഇൻ ദി ടോപ്പോഗ്രഫിക് മാപ്പ്. ടോപ്പോഗ്രഫിക് മാപ്പിനകത്ത് കോണ്ടൂർ ലൈൻസ് ഏത് കളറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, കറക്റ്റ്. കോണ്ടൂർ ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് എന്ന് പറയുന്നത് ബ്രൗൺ കളർ ആണ്. ആൻസർ ഒക്കെ വന്നു തുടങ്ങി അല്ലെ. സോ വാട്ട് ഈസ് കോണ്ടൂർ ഇന്റർവെൽ?
എന്താണ് കോണ്ടൂർ ഇന്റർവൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ആർ ദി തിങ്സ് ക്യാൻ ബി അസസ്ഡ് ഫ്രം ദി കോണ്ടൂർ ലൈൻസ് എന്ന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കോണ്ടൂർ ലൈൻസ് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓർ വേറൊരു പ്രാവശ്യം ചോദിച്ചത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്പേസിംഗ് ഓഫ് കോണ്ടൂർ ആൻഡ് നേച്ചർ ഓഫ് സ്ലോപ്പ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ സ്പേസിംഗ് ഓഫ് കോണ്ടൂർ ആൻഡ് നേച്ചർ ഓഫ് സ്ലോപ്പ് എന്നും ഒരു തവണ. ഇത് എല്ലാം ഒരുമിച്ചെന്നല്ല, മാറി മാറി ഷഫിൾ ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരട്ടെ, എന്താണ് കോണ്ടൂർ ലൈൻസ് എന്നോ കോണ്ടൂർ ലൈൻസിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാനോ ഒക്കെ ചോദിച്ചെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ കോണ്ടൂർ ലൈൻസ്? Contours are the imaginary lines drawn on maps connecting those places having equal elevations from the sea level. Sea level നിന്ന് equal elevation കിടക്കുന്ന ഓരോ പ്ലേസസിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ലൈൻസ് ബ്രൗൺ കളറിലാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് കോണ്ടൂർ ഇന്റർവൽ എന്ന് പറയുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ടു അഡ്ജസന്റ് കോണ്ടൂർസ്. രണ്ട് കോണ്ടൂർസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്, അതിന്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കോണ്ടൂർ ഇന്റർവൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി കോണ്ടൂർ ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസ്, നേച്ചർ ഓഫ് ദി സ്ലോപ്പ്, അതേപോലെ ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കോണ്ടൂർ ലൈൻസ് യൂസ് ചെയ്തിട്ട് അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലസ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു അല്ലെ, ഈ സ്പേസിംഗ്. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? സ്പേസിംഗ് ഓഫ് കോണ്ടൂറും നേച്ചർ ഓഫ് സ്ലോപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. സോറി, എന്താണ് ദ ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് റെപ്രസെന്റ് സ്റ്റീപ്പ് സ്ലോപ്സ്. ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ്ലി സ്പേസ് ചെയ്തിട്ടുള്ള കോണ്ടൂർ ലൈൻസ് സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പാണ് കാണിക്കുന്നത്. അതേസമയം വൈഡ് സ്പേസ് ഉള്ളതോ ജെന്റിൽ സ്ലോപ്പ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ അങ്ങനെയാണ് ഈ നേച്ചർ ഓഫ് ദി സ്ലോപ്പും സ്പേസിംഗും തമ്മിൽ റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പൊ അടുത്തടുത്ത് ക്ലോസ് ചെയ്യുന്നെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ്, വിട്ട് വരുവാണെങ്കിൽ ജെന്റിൽ സ്ലോപ്പ് ആയിരിക്കും മീൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, യെസ്. അപ്പൊ ഇതൊക്കെയാണ് കോണ്ടൂർ ലൈൻസ് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, യെസ്, ഗ്രിഡ്. മോസ്റ്റ് പ്രോബബ്ലി എന്ന് പറയില്ലേ നമ്മള്, ഒരു 99% നമുക്ക് ഗ്രിഡ് തന്നെയായിരിക്കും വരിക അല്ലേ? ഗ്രിഡ് റെഫറൻസ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ഗ്രിഡ് അറിയില്ല ബി? അറിയില്ല, എനിക്ക് ഇല്ല, പഠിക്കാം. ഓക്കെ ഓക്കെ, അനലൈസ് ദ ഗിവൺ ഗ്രിഡ് റെഫറൻസ്. ഞാൻ ഒരു ക്വസ്റ്റ്യനെ വെക്കുന്നുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. കുറെ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലും റിവിഷനിലും ഒക്കെ ആയിട്ട്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഫ്റ്റർ ക്ലാസ് നോക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ മെത്തേഡൊക്കെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നോക്കാം. സോ അനലൈസ് ദ ഗിവൺ റെഫറൻസ് ഗ്രിഡ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ലൊക്കേറ്റ് ദ ബ്രിഡ്ജ് യൂസിംഗ് 4-figure ഗ്രിഡ് റെഫറൻസ്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൊക്കേറ്റ് ദ ബ്രിഡ്ജ് യൂസിംഗ് 4-figure ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈസ്റ്റിങ്സ് എടുക്കണം അല്ലെ? ഫസ്റ്റ് നമ്മൾ ഈസ്റ്റിങ്സ് എടുക്കും, പിന്നെ നോർത്തിങ്സ് എടുക്കും. ഓക്കെ, അപ്പൊ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ബ്രിഡ്ജിനെ കണ്ടുപിടിക്കണം. ബ്രിഡ്ജ് എവിടെയുള്ളത്? ബ്രിഡ്ജ് ഏതാ ബ്രിഡ്ജ്? ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ്, ഇതാണ് ബ്രിഡ്ജ്. ഓക്കെ, ഈ ഒരു ഭാഗമാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രിഡ്ജ് ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാല് ബ്രിഡ്ജിന് ഇപ്പൊ അറിയാത്തവർ, ഇപ്പൊ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തലയാട്ടുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ഈസ്റ്റിങ്സും നോർത്തിങ്സും ആണ് ഫസ്റ്റ്. ആദ്യം നമുക്ക് ഈസ്റ്റിങ്സ് എടുക്കണം. ഓക്കെ, ആദ്യം ഈസ്റ്റിങ്സ് എടുക്കണം, പിന്നെ നോർത്തിങ്സ് എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഒരു ബ്രിഡ്ജ് എന്തായാലും ഫൈൻഡ് ഔട്ട് ചെയ്തല്ലോ. ബ്രിഡ്ജ് നിൽക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലേ, ബ്രിഡ്ജ് ഒരു ബോക്സിൽ നിൽക്കുന്നില്ലേ? ആ ബ്രിഡ്ജ് നിൽക്കുന്ന ബോക്സിന്റെ എൽ ഭാഗം, ഈ ലൈൻസിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ല്, ബ്രിഡ്ജിന്റെ എൽ എടുക്കാം. ഓക്കെ, സോ ഈ എൽ എടുത്തു കഴിഞ്ഞാല് അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഓക്കെ, സോ എൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഈ ലൈൻ എത്രയാ? ഫസ്റ്റത്തെ എല്ലിന്റെ ഫസ്റ്റ് ലൈൻ ഈസ്റ്റിങ്സ് ആ. ഓക്കെ, 4-figure ഗ്രിഡ് റെഫറൻസ് എത്രയാ വരുന്നേ? ഈസ്റ്റിങ്സ് വാല്യൂ എത്രയാ വരുന്നേ? 82 അല്ലേ? 82 അല്ലേ? കണ്ടോ? 82. നോർത്തിങ്സ് വാല്യൂ എത്രയാ വരുന്നേ? നോർത്തിങ്സ് ഈ ലൈന് ഇത് ഇങ്ങനെ വരുന്ന എത്രയാ? 36.
ഓക്കെ, ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും അല്ലെ? മോഡൽ എക്സാമിന് വന്നിട്ട് ഇത് കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യനാ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇത്. പിന്നെ ഇത്ര കളർഫുൾ ആയിട്ടൊന്നും തരില്ല, അത് വേറെ കാര്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്നിട്ട് കളർഫുൾ ആയിട്ട് തന്നേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഗ്യാപ്പ് ഇടണോ ഇൻ ബിറ്റ്വീൻ? വേണമെന്നില്ല, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 80 to 36 എഴുതിയാൽ മതി. ഗ്യാപ്പ് വേണ്ട കേട്ടോ, സോറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? 80 to 36 ആണ് ബ്രിഡ്ജിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ്. അടുത്തത്, ഐഡന്റിഫൈ ദി കൾച്ചറൽ ഫീച്ചർ വിത്ത് ഗ്രിഡ് റെഫറൻസ് 85, 37. ഫൈൻഡ് ഔട്ട് ചെയ്തോ. ഇതിൽ 85 ഏതാണെന്ന് നോക്കുക, 37 നോക്കുക, എന്നിട്ട് ഏതാണ് ആ ഒരു ഫീച്ചറിന്? ഏതാ ഏതാ? ഇതാണോ? കറക്റ്റ്. അത് ഏതാ ആ ഫീച്ചർ? ഏതാ? ന്യൂ. ഇതേതാ? ലൈറ്റ് ഹൗസ്. ഓക്കെ, ലൈറ്റ് ഹൗസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഓരോന്നും അറിയണം അല്ലെ? ഇത് ഓരോന്നും അറിയണ്ടേ? ഇത് ലൈറ്റ് ഹൗസ്. അങ്ങനെ ഇതെന്താ? സൂം ചെയ്യാം. ഇതെന്താ? ഈ റൗണ്ട് ചെയ്തത് എന്താ? പ്രാർത്ഥിക്കുന്നതാണ്. എന്താണ്? ചർച്ച് അല്ലെ? അപ്പൊ ഈ ഒഴുകിപ്പോകുന്ന എന്താ? ഈ ഒഴുകിപ്പോകുന്ന ബ്ലൂ കളറിലുള്ളത് എന്താ? റിവർ. ഓക്കെ, ആ ബ്രിഡ്ജ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അത് ബ്രിഡ്ജ് ആണെന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ ഇടയിലൂടെ 2 ലൈൻസ് പോകുന്നുണ്ട്, അതെന്താ? ആ ബ്രിഡ്ജിന്റെ ഇടയിലൂടെ 2 റെഡ് കളറില് ലൈൻസ് പോകുന്നുണ്ട്, അതെന്താ? അതെന്താ അറിയോ? ന്യൂ. റിവർ. റിവർ അല്ല, റോഡ്. റോഡ്. ഓക്കെ, റോഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ഈ റെഡ് കളറിൽ കാണുന്നത് എന്താ? വാട്ട് ഈസ് ദിസ്? പറ, അറിയോ? ഫോർട്ട് അല്ലേ? ഫോർട്ട്, ഫോർട്ട്, ഫോർട്ട്. ആൻഡ് ഈ ഒരു ബ്ലൂ കളറിലുള്ളത് ദിസ് വൺ, ദിസ് വൺ. ബ്ലൂ കളറിലുള്ളത് വാട്ടർ ബോഡി ആയിരിക്കും. റിവർ ഓൾറെഡി കണ്ടു. ഇതെന്താ? പോണ്ട്. മനസ്സിലായോ? പോണ്ട്. ഓക്കെ, പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു റൗണ്ട് എന്താ? വെല്ല്. യെസ്. താഴെയുള്ളത് ട്യൂബെല്ല്. റൈറ്റ്. ഓക്കെ, പിന്നെ ഇവിടെ ഈ കാണുന്ന റാറാന്ന് എഴുതിയിരിക്കുന്നത് എന്താ? റാറ എന്താ? ഗ്രേവ് യാർഡ്. ഓക്കെ, ഈ താഴെയുള്ള ഈ റെഡ് കളറിലുള്ള ബോക്സസ്, യെസ്, സെറ്റിൽമെന്റ്സ്. റൈറ്റ്, വെരി ഗുഡ്. ടെമ്പിൾ അല്ല, സെറ്റ്. ഈ റെഡ് കളർ ബോക്സസ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഇപ്പുറത്തുള്ള ടെമ്പിൾ അല്ലെ? ഓക്കെ, അപ്പം ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ നിങ്ങളോട് ആ ഫീച്ചറിൽ ഒക്കെ കണ്ടുപിടിച്ചു അതിന്റെ പേര്. ഈ ക്വസ്റ്റ്യൻ പ്രകാരം കൾച്ചറൽ ഫീച്ചർ ഏതാണ്? കൾച്ചറൽ ഫീച്ചർ മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് ഏതാണെന്ന് കൂടി എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലൊക്കേറ്റ് ദി ട്യൂബെൽ യൂസിങ് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. ട്യൂബെല്ലിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ട്യൂബെൽ എവിടെ? ട്യൂബെൽ ഇതാ. ട്യൂബെൽ അറിയില്ലേ? ഓക്കെ, ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ് ട്യൂബെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? നമുക്ക് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോറി, 6 ഫിഗർ എവിടെയോ എത്തിയില്ല ഞാൻ. ശടാ. ഓക്കെ, 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എടുക്കാം. ഓക്കെ, 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈസ്റ്റിങ്സ് കാണണം. ആദ്യം ഈസ്റ്റിങ്സ് കാണണം. പിന്നെന്താ ചെയ്യണ്ടേ? 10 പാർട്ടാണ്. ഇപ്പോഴേ ആൻസർ അയച്ച ആൾക്കാരുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. 10 പാർട്ടാക്കണം. റൈറ്റ്, E10. പിന്നെ നോർത്തിങ് എടുക്കണം, 10 പാർട്ടാക്കണം. ആ വാല്യൂ എഴുതണം. ഓക്കെ, E10 and 10. ഓക്കെ, ഫൈൻ. യെസ്. അപ്പൊ നമ്മൾ ഇനി ആദ്യം എന്തെടുക്കാൻ പോവാണ്? ഈസ്റ്റിങ്സ് വാല്യൂ എടുക്കാൻ പോവാണ്. ഓക്കെ, ആരുടെ? ട്യൂബെല്ലിന്റെ. ട്യൂബെൽ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ട്യൂബെല്ലിന്റെ ഈസ്റ്റിങ്സ് വാല്യൂ മാത്രം പറയോ? ഈസ്റ്റിംഗ് വാല്യൂ മാത്രം എത്രയാ? അതായത് ഈ ട്യൂബെല്ല് കിടക്കുന്നതിന്റെ തൊട്ടിപ്പുറത്തുള്ള എൽ ഷേപ്പിലുള്ള ലൈൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോ എത്രയാ? 83. ഗുഡ്, 83. ഇനി അതിനെ 10 പാർട്ടാക്കണം. 10 പാർട്ടാക്കുക എന്ന് പറയുമ്പോൾ
2 ഈസ്റ്റിങ്സ് ലൈനിനെയാണ് നമ്മൾ 10 പാർട്ട് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി സ്കെയിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ 10 പാർട്ട് ആക്കാം. ഓക്കെ, 2 ഈസ്റ്റിംഗ് ലൈനിന് നമ്മൾ എന്ത് ചെയ്യാണ്, 10 പാർട്ട് ആക്കാണ്. 83 to 84 10 പാർട്ട് ആക്കി. എത്ര കിട്ടാം, എത്രയാണ് ഒരു അപ്രോക്സ്? നമുക്ക് 4 എടുക്കാം. 4 ആണോ? അല്ലല്ലോ, എത്ര വരിക? ഓൾമോസ്റ്റ് ഒരു 7, നിയറസ്റ്റ് 7 വരില്ലേ, 7 or 6. ഓക്കെ, സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാമായിരുന്നു. യെസ്, നമ്മള് നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അതിന്റെ ആനിമേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കിടപ്പുണ്ട്. ഓക്കെ, 8 എടുക്കാം. യെസ്, ഓക്കെ, നിങ്ങൾ നമ്മൾ തമ്മിലൊരു ധാരണയിൽ നമ്മൾ 8 എടുക്കുന്നു. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്, നോർത്തിങ്സ് എടുക്കണം അല്ലെ. നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ ഏതാ, നോർത്തിങ് അടുത്ത ലൈന്. ഓക്കെ, നമുക്ക് ഇതൊക്കെ അയ്യോ എല്ലാം പോച്ച്. ഓക്കെ ഓക്കെ 83 8 or 7. ഓക്കെ, നമുക്കത് ആക്ച്വലി നമുക്കത് മെഷർ ചെയ്തിട്ട് എടുക്കാം. ഇനി എങ്ങനെ എടുക്കാം, N10 ആക്കണം അല്ലെ. നോർത്തിങ്സ് ഏതാ, നോർത്തിങ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അത് എത്ര വാല്യൂ 34 അല്ലേ. 34 റൈറ്റ്, 34 ആണ്. 34ന്റെ കൂടെ ഇതിന് 10 പാർട്ട് ആക്കണം. ഇതിനെങ്ങനെ 10 പാർട്ട് ആക്കാം, മുകളിലോട്ടാണ് നമ്മൾ 10 പാർട്ട് ആക്കണേ. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് 4 എടുക്കാം. റൈറ്റ്, അതിനെ 10 പാർട്ട് ആക്കിയിട്ട് നമുക്ക് 4 എടുക്കാം. സോ 83 7 or 8, 7 ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 7 or 8 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ 83 7, 83 8 or 34 4 ആ രീതിയിലായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. അപ്പം എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഈസ്റ്റിങ്സിന്റെ ലൈൻ എഴുതുക ആൻഡ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഓക്കെ അല്ലേ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമുക്ക് കൂടുതൽ ഓക്കെ അല്ലേ? നോർത്തിങ്സ് 34 34 ആണ് ഈ ലൈൻ. ഓക്കെ, എന്നിട്ട് അതിനെയും 10 പാർട്ട് ആക്കാം. ഓക്കെ, യെസ്. അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഐഡന്റിഫൈ ദ കൾച്ചറൽ ഫീച്ചർ with grid reference 84 6 36 2. 84 6 36 2. അതിനകത്ത് നമ്മൾ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അതിനകത്തെ ആ ഗ്യാപ്പ് 2 എണ്ണം കളഞ്ഞു കഴിഞ്ഞാൽ മീൻസ് 2 ഡിജിറ്റ് നമുക്ക് 4 ഫിഗർ എടുക്കാം. 84 36 എടുത്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഏതാണ് ഇപ്പൊ ഒരു ഫീച്ചറിനകത്ത് തന്നെ 2 എണ്ണം ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരിക. ഓക്കെ, അതേസമയം 84 ലൈൻസ് ഇതാണ് അല്ലെ. 84 ഇതാണ്, 36 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ 84നും 36നും ഇടയിൽ ഏതാ ഉള്ളത്, ചേർച്ച്. റൈറ്റ്, ചേർച്ച് ആണുള്ളത്. സോ ഈ രീതിയിലാണ് ഗ്രിഡ് റെഫറൻസ് വരിക. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് 4 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഏത്, ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ വീഡിയോസോ അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇൻഫർമേഷൻ ഇൻക്ലൂഡഡ് ഇൻ ദി ടോപ്പോഗ്രാഫിക് മാപ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു 3. വിച്ച് ആർ ദേ? നമ്മുടെ ടോപ്പോഗ്രാഫിക് മാപ്പിനകത്തെ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്, മാർജിനൽ ഓർ പ്രൈമറി ഇൻഫർമേഷൻ, ഫിസിക്കൽ ഓർ നാച്ചുറൽ ഫീച്ചേഴ്സ്, കൾച്ചറൽ ഓർ മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. ഇതിനകത്ത് ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി. ഓക്കെ, ഇനി മാർജിനൽ ഫീച്ചേഴ്സ് ഓർ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ മാർജിന് പുറത്തുള്ള ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, അത് ഏതൊക്കെയാ, മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് that are outside the margin. Okay, general information given outside the margins in the topographic maps is known as marginal or primary information. Okay, so അതിനകത്ത് കുറേ ഉണ്ട്. ടോപ്പോ ഷീറ്റിന്റെ നമ്പർ ഉണ്ടാവും, നെയിം ദ പ്ലേസ്, ഏത് സ്ഥലത്തെ ടോപ്പോ ഷീറ്റ് ആണ്, ആൻഡ് അതിന്റെ ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ, ഈസ്റ്റിംഗ്, നോർത്തിങ്, സ്കെയിൽ ഓഫ് മാപ്പ്, കോണ്ടൂർ ഇന്റർവെൽ, ആ സർവേ നടത്തിയ ടോപ്പോഗ്രാഫിക് സർവേ നടത്തിയ ഇയർ, പബ്ലിഷ് ചെയ്ത ഇയർ, ഏജൻസി ഇൻ ചാർജ് ഓഫ് സർവേ, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ടേബിളിന്റെ പുറത്ത്, ഓക്കെ, അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റിന്റെ പുറത്ത് ഇൻഫർമേഷൻസ് വെക്കാറുണ്ട്. സോ ഇൻ കേസ് ഇത് ചോദിക്കുവാണെങ്കിൽ, ഇത് നമ്മുടെ മിഡ് ടേം എക്സാമിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അതേസമയം ഫിസിക്കൽ ഫീച്ചറും കൾച്ചറൽ ഫീച്ചറും നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ഓക്കെ, ഒന്ന് മാൻമെയ്ഡ് ആണ്, ഒന്ന് നാച്ചുറൽ ഫീച്ചർ ആണ്. ഓക്കെ, സോ ഇനി
Identify the features represented in the by the given map symbol, and also mention the contour by which color by which they are shown in the topographic map. ഞാൻ ഇവിടെ ഓൾറെഡി കളറിലാണ് തന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റത്തേത് റെഡ്, പിന്നെ ബ്ലാക്ക്, പിന്നെ റെഡ് അഗെയിൻ റെഡ് ആൻഡ് ബ്രൗൺ കളർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഏതാണ് ഫീച്ചർ? ആയോ അഭിരാമി? ഓക്കെ, എന്തൊക്കെയാണ്? ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് ഉണ്ട്, റെയിൽവേ മീറ്റർ ഗേജ് ആണ്. സെക്കൻഡ് വൺ അൺമെറ്റൽഡ് റോഡാണ്. റോഡ് എന്നല്ലല്ലോ, അൺമെറ്റൽഡ് റോഡാണ്. പിന്നെ ലാസ്റ്റ് വൺ കോണ്ടൂർ ലൈൻസ് ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനൊന്നുമില്ല. കൂടുതലും ഞാൻ ഈ ചാപ്റ്റർ പഠിക്കാനാണ് ഞാൻ പറയാം. ഓക്കെ, നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് അതാണ് ഈസിയെങ്കിൽ ഓക്കെ ഫൈൻ. ഇനിയാണ് നമ്മുടെ MCQ സെഷൻ. അപ്പൊ നമ്മുടെ മോഡൽ എക്സാമിന് നമുക്ക് MCQs വന്നിട്ടുള്ളത്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ 5 ചാപ്റ്ററിൽ നിന്നാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ് വന്നിട്ടുണ്ട്, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ. അപ്പൊ ഈ 5 ചാപ്റ്ററിൽ നിന്നാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും റെഡിയാണോ? ഞാൻ ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് കാണിക്കും, നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. ഓക്കെ, അപ്പോ ഉണ്ട് കൈലാസേ. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾ എല്ലാവരും ABCD 4 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഓപ്ഷൻ ആണ് നിങ്ങൾ പറയണ്ടേ. സോ 1 2 3 4 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ ഓക്കെ, സോ എല്ലാരും കമന്റ് ചെയ്യാൻ റെഡി അല്ലേ? റെഡി? ചിലപ്പം ഡിസോർഡർ ഉണ്ടാവും, എല്ലാം ഒരേ ചാപ്റ്ററിനൊന്നും ആയിരിക്കില്ല. സോ റെഡി ആണെങ്കിൽ ഒരു ഫയർ ഇട്ടേ എല്ലാവരും. നോക്കട്ടെ, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് മാരത്തൺ വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാണോ മാരത്തണിൽ വന്നേ നോക്കട്ടെ. അഭിരാമി, ഇവിടെ നിങ്ങളെ ക്ലാസ്സിലെ ഒരാളുണ്ട്, നമ്മുടെ 90+ ഒരു സ്റ്റുഡന്റ് ആണ്, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇരുത്തി പഠിപ്പിക്കാൻ പോവാ. ഓക്കെ, റെഡി? എല്ലാവരും റെഡി ആണല്ലേ? ഓക്കെ, ഇനി എനിക്ക് തെറ്റിയാൽ മതി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ the employees who work under the public administrative system and administer the country are together known as പറഞ്ഞോ. നമ്മുടെ രാജ്യത്തെ ഭരണത്തിന്റെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആരാണ്? എനിക്ക് ABCD മതി കേട്ടോ, നിങ്ങൾ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്യേണ്ട, ABCD മതി. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി അല്ലേ, ബ്യൂറോക്രസി. യെസ്, ഗുഡ്. ആൻഡ് dash is the use of electronic technology in administration. ഏതാണ്? ബി, സി, ഏതാ? യെസ്, സി ആണോ? യെസ്, സി അല്ലേ, ഈ ഗവേണൻസ് ആണ്. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. In which year Right to Information Act put into effect? Right to Information Act എപ്പോഴാ വന്നേ? ABCD. Right to Information Act. B, 2005, right? Okay. Which is the institution constituted at the national level to prevent corruption? പറഞ്ഞു. A ആണോ? Lokpal. Okay, fine. Yes. Indian Foreign Service is an example for Indian Foreign Service. ഏതാ? 2 സെൻട്രൽ സർവീസ് ആണ് അല്ലേ? ഓക്കെ, ആകെ ഇന്ത്യൻ ഫോറിൻ സർവീസും പിന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സർവീസും, ഇത് രണ്ടും ആണ് ഏതിനകത്തുള്ളത്? സെൻട്രൽ സർവീസിലുള്ളത്. അഗ്രികൾച്ചറൽ ഓഫീസർ അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് ഓഫീസർ ഏതാ? ഓപ്ഷൻ സി, സ്റ്റേറ്റ് സർവീസ്, റൈറ്റ്? ഓക്കെ. ഇനി ചൂസ് ദി ഓഡ് വൺ ഔട്ട്. ഇതില് ഒറ്റയാണ്, പുറത്താക്കിക്കോ. ഏതാ? 3 ഓപ്ഷൻ സി ആണോ? സി ആണല്ലേ, ഓംബുഡ്സ്മാൻ. ബാക്കി എല്ലാം നമ്മുടെ ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ ഫൈൻ. ഹു അപ്പോയിന്റ്സ് ദി മെമ്പർ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ? നമ്മുടെ ഫസ്റ്റത്തെ ഇതിന്റെ മാരത്തൺ സെക്ഷനിൽ ഞാൻ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ ആണ്.
സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? എ. യാ റൈറ്റ്, എ ആണ് അല്ലേ, ഗവർണർ ആണ്. അടുത്തത്, which of the following is an institution has the responsibility to maintain law and order? കൃഷിഭവൻ ആണോ, വില്ലേജ് ഓഫീസ് ആണോ, പ്രൈമറി ഹെൽത്ത് സെന്റർ ആണോ, പോലീസ് സ്റ്റേഷൻ ആണോ? ഇത് ഞാനിട്ട ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? പോലീസ് സ്റ്റേഷൻ, റൈറ്റ്, ഡി ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഹു അപ്പോയിന്റ്സ് ദ ചെയർമാൻ ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആരാണ്? പ്രസിഡന്റ്, അതന്നെ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് പ്രസിഡന്റ്. ഓക്കെ ഫൈൻ. യെസ്, ഇനി അടുത്തത്, which was the first revolt of ഗാന്ധിജി in India? ഇന്ത്യയുടെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഫസ്റ്റത്തെ റിവോൾട്ട് ഏതാ? ഓപ്ഷൻ എ, യാ ചമ്പാരൻ. ഓക്കെ, in which year the peasant struggle in Kheda was held? ഏത് ഇയറിലാ ഖേദ സ്ട്രഗിൾ നടക്കുന്നത്? 1918 അല്ലേ? അപ്പോ ചമ്പാരൻ വരാം. ഇനി, which was the act passed by the British Parliament limiting the civil rights? സിവിൽ റൈറ്റ്സ് ലിമിറ്റ് ചെയ്യുന്ന ആ ബ്രിട്ടീഷുകാരുടെ ലോ ഏതായിരുന്നു? 3 yeah, Rowlatt Act. Good. Yes. Okay. What was the cause of Ahmedabad cotton mill strike? കാരണം എന്തായിരുന്നു അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കിന്റെ റീസൺ എന്തായിരുന്നു? ഏതാ? ബി, ഡിനൈൽ ഓഫ് പ്ലേഗ് ബോണസ്. ഓക്കെ ഫൈൻ. അടുത്തത്, taking the cue from Russian Revolution, socialist ideology started to spread in India in 1930s. Name the party that was formed as a result of this. അപ്പം റഷ്യൻ റവല്യൂഷന്റെ അതിൽ നിന്ന് എന്തായി, കുറെ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഇന്ത്യയിലും സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് വന്ന ആ പാർട്ടി ഏതാ? ഓപ്ഷൻ സി, യാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അങ്ങനെയാണെങ്കിൽ നെയിം ദ ഫൗണ്ടർ ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. പറ, ഫോർവേഡ് ബ്ലോക്ക് ആരുടെയാ? ബി, ഓപ്ഷൻ ബി, സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അതിലോട്ട് വരാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. Which was the last mass movement conducted by Indian National Congress under the leadership of Gandhiji? ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിലെ അവസാനത്തെ മൂവ്മെന്റ് ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്വരാജ് പാർട്ടി? സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടർ ആരാണ്? ഏതാ? കൈ പൊങ്ങണില്ലല്ലോ. എ അല്ലേ? ഓപ്ഷൻ എ അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ഏതാ? സിആർ ദാസും മോത്തിലാൽ നെഹ്റു ആണ്. ഓക്കെ ഫൈൻ. ഐഡന്റിഫൈ ദ ലീഡർ ഓഫ് ദി ഖദർ പാർട്ടി. ഇതും ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഖദർ പാർട്ടിയുടെ ലീഡർ ആരാ? ഓപ്ഷൻ സി അല്ലേ? ലാലാ ഹർദയാൽ ആണ്. ദ ചമ്പാരൻ സത്യാഗ്രഹ ടുക്ക് പ്ലേസ് ഇൻ ദി ഇയർ. ഏത് ഇയറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്? ഏത് ഇയറിലാണ് നടക്കുന്നതെന്നൊക്കെ? 1918 അല്ല, 1917. ചമ്പാരൻ 17, ബാക്കി രണ്ടും 18 ഓക്കെ, 17. ഓക്കെ, the organization which is associated with the Captain Lakshmi. ഇതിനകത്തുനിന്ന് ഏത് അസോസിയേഷൻ ആണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? പറഞ്ഞു. ഏതാ? അല്ലേ? ഇന്ത്യൻ നാഷണൽ ആർമി. ഓപ്ഷൻ ഡി ആണ്. ഇനി, ഐഡന്റിഫൈ ദ ഇൻസിഡന്റ് which forced Mahatma Gandhi to stop non-cooperation movement. മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത ഇൻസിഡന്റ് ഏതാണ്? ഏതാ? 1, യെസ്, ചൗരി ചൗര ഇൻസിഡന്റ്. വെരി ഗുഡ്. ഓക്കെ, എല്ലാം പഠിച്ചിരിക്കുകയാണല്ലേ. അതെ, കത്തിച്ചു കളഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, the total number of people residing in a country at a particular time is known as. ഇത് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയില്ലേ? ഓക്കെ,
ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് ഒരു പെർട്ടിക്കുലർ ടൈമില് താമസിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിളിനെ എന്താ വിളിച്ചത്? ഓപ്ഷൻ ബി ആണല്ലേ, സൈസ് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ ഫൈൻ. Which is a branch of social science that analyzes the population, the changes in its size, its structural aspect, etc. ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ജോഗ്രഫി ആണോ? അല്ല, നമ്മൾ ജോഗ്രഫി പഠിക്കേണ്ടതെന്ന് വെച്ചിട്ട് അതല്ല, ഡെമോഗ്രഫി ആണ് കേട്ടോ. പോപ്പുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെമോഗ്രഫിയിലാണ് വരുന്നത്. ഇനി in India, census activities are spearheaded by the dash. ആരാണ് സെൻസസ് ആക്ടിവിറ്റീസ് ഒക്കെ ഹെഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി. അതിങ്ങനെ വലുതാക്കി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവില്ല. ഓക്കെ. Which project is implemented to ensure universal education to all up to high secondary level? ഏതാണ്? ഏത് പ്രൊജക്റ്റ് ആണ്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ആണോ? സമഗ്ര ശിക്ഷ അഭിയാൻ ആണോ? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ആണോ? സർവശിക്ഷ അഭിയാൻ ആണോ? ഏതാ? യെസ്, ഓപ്ഷൻ ബി അല്ലേ, കറക്റ്റ്. സമഗ്ര ശിക്ഷ അഭിയാൻ ആണ്. ഇനി which project is implemented to ensure integrated development of children up to 6 years? ഏതാ? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ആണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, ICDS. Right to Education Act was passed in the year. ഏത് ഇയറിലാ? റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി? ഏതാ? ബി. യാ, റൈറ്റ്, ഓപ്ഷൻ ബി ആണ്. ഇനി ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബർഡ്സ് പെർ 1000. ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബർഡ്സ് പെർ 1000. ഏതാ? ഓപ്ഷൻ എ ആണല്ലേ, ബർത്ത് റേറ്റ് ആണ്. ഓക്കെ. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഓഫ് പ്രൈമറി ഹെൽത്ത് സെന്റർ. ഇതിനകത്ത് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? എന്താണ്? ഏതാ? ഓപ്ഷൻ ബി. പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് അല്ലേ? അല്ലാണ്ട് അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ. ഇനി the expected average years of life of a person life is expected average years of life. ഏതാ? ഓപ്ഷൻ എ. ഗുഡ്. ഓപ്ഷൻ എ, ലൈഫ് എക്സ്പെക്ടൻസി. The people who have manpower which can be utilized in the production sector is known as? The people who have manpower which can be utilized in the production sector is known as option C, alle, human resource. Okay. The place receiving the highest rainfall in the world. The place receiving highest rainfall in the world. ഇത് കുറേ കണ്ടു മടുത്ത ക്വസ്റ്റ്യൻ ആണ് മിസ്സേ. മാറ്റിപ്പിടി എന്ന് പറയും നിങ്ങള്. ആണല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദ ഹൈയസ്റ്റ് റേഞ്ച് ഓഫ് ദി ഹിമാലയ മൗണ്ടെയ്ൻസ്. ഹൈയസ്റ്റ് റേഞ്ച് ഏതാ? ലഡാക്ക്, ഹിമാചൽ, ശിവാലിക്, ഹിമാദ്രി? ഏതാ? ഓപ്ഷൻ ഡി അല്ലെ, ഹിമാദ്രിയാണ്. ഓക്കെ. ഇനി which among the following is a Himalayan river originating from Lake Manasarovar in Tibet? ഏതാ? ഈശ്വര. ഓക്കെ. ഏതാ? എ സിന്ധു. അതെ, അഭിരാമി പറയണ എന്റെ അമ്മ. ഇൻഡസും സിന്ധു മാറിട്ട് കേട്ടോ. Which is the longest peninsular river? Which is the longest peninsular river? പറഞ്ഞേ. അഭിരാമി, നിവേദ്യ, പ്രാർത്ഥന. ബാക്കി എല്ലാരും മിണ്ടാത്തെ. റിഹാന, മേഘ, പ്രാർത്ഥന. ഓക്കെ. എല്ലാരും മേഘ. ഇതെന്താ നിങ്ങൾ എന്നെ അയച്ചു കളിക്കില്ലേ? ബാക്കി എല്ലാവരും അയക്കാൻ വിട്. സാന്ദ്ര, സൂര്യ. എടാ, നിങ്ങൾ ഇവിടെ ആമ്പിള്ളേരൊന്നുമില്ലേ? കൈലാസ നീല ഉറങ്ങിപ്പോയോ? ഗൗരി, പാർവതി, കൈലാസ്. ബാക്കി എല്ലാരും ഇവിടെ. രാഹുലേ, ആദിത്യൻ. ഇപ്പൊ എല്ലാരും വിളിച്ചപ്പോ എടാ ഇവിടെ പെൺപിള്ളേര് കറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ മെസ്സേജ് ചെയ്താ?
എനിക്ക് എല്ലാവരും ഈക്വൽ ആണ് കേട്ടോ. എനിക്ക് രണ്ടാളുടെ കമന്റ് വേണം. അതെയല്ലേ, സോറിടാ. നിന്റെ പേര് കണ്ടപ്പോ ഞാൻ മൈൻഡ് ആക്കാതിരിക്കുന്ന തോന്നുന്നു. കൈലാസ് പറയണേ ഞാൻ കുറെ കമന്റ് ഇടുന്നുണ്ട്, മിസ് കാണാത്താണ്. നിന്റെ പേരായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നോക്കി വരില്ല. ഞാൻ എന്തോ നിന്നെ അല്ല ഒന്നുമില്ല, വേറൊരു കാര്യം. ഓക്കെ ഫൈൻ. സോ അതെ, ഗേൾസ് പവർ എന്നൊക്കെ കണ്ട ഓക്കെ. യെസ്, ആരോണെ അവിടുന്ന് കാണിക്കുക. ഏതാണ് ലോങ്സ്റ്റ് പെനിൻസുലർ റിവർ? ഗോദാവരി. ഓക്കെ. സോ അടുത്തത്, dunes are the peculiarity of which Himalayan range? ഏത് ഹിമാലയൻ റേഞ്ചിന്റെയാണ് ഡ്യൂൺസ്? പറ. ഇനി എല്ലാവരും കമന്റ് ചെയ്തോ. ഓഹോ, ലേറ്റ് ആയിട്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് ബോയ്സ് വരുന്നൊക്കെ. എടാ ഒന്ന് കമന്റ് ഇടടാ, തോപ്പിക്കടാ അവരെ. നിങ്ങളൊക്കെ ഇരിക്കുക. ഞാൻ നോക്കുമ്പോ എല്ലാരും ഇവരെന്നെ കമന്റ് ചെയ്തോണ്ടിരിക്കുക. എല്ലാരും കമന്റ് ചെയ്തേടാ. ഇനി നിങ്ങൾക്ക് എന്നെ കിട്ടുമോ? ഇനി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് വല്ല 10ാം ക്ലാസ്സിൽ വന്ന് എത്തി നോക്കേണ്ടി വരും. റിമലൊക്കെ വരുന്ന പോലെ. റിമല് +1 സയൻസ് എടുത്തിട്ട് ഞാൻ യൂട്യൂബ് ലൈവ് പോകുമ്പോ അവൻ വെറുതെ എന്നെ എത്തി നോക്കാൻ വരും. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എന്നെ നോക്കണ്ടേ? അവസാനത്തെ കമന്റ് ഇടലല്ലേ, ഐ മീൻ അങ്ങനെ അവസാനത്തെ അല്ല, നമ്മുടെ ക്ലാസ്സിലെ അവസാനത്തെ കമന്റ് ഇടലല്ലേ. അപ്പൊ ഒന്ന് ആക്റ്റീവ് ആവ്. ഷെടാ, അമൃത പിന്നെ സ്റ്റാർട്ടിങ്ങിലെ കരഞ്ഞു തുടങ്ങിയോണ്ട് അമൃത ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അമൃത ഇപ്പൊ പറയും എനിക്ക് കോൾഡ് പിടിച്ചതാണെന്നൊക്കെ പറയും, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അമൃതയ്ക്ക് ഞാൻ പോകുന്ന വിഷമം, മീൻസ് എന്നെ ഇനി കാണാൻ പറ്റില്ല എന്നുള്ള വിഷമം തന്നെയാണ്. അല്ലേ അമൃതേ? അല്ലേ ധ്യാന? നിനക്കുണ്ടോ വിഷമം? നിനക്കുണ്ടോ? ഈശ്വരാ, ഈ സോഷ്യൽ പഠിക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് വരാം. ഡ്യൂൺസ് എവിടെയാ? ഡ്യൂൺസ് മിസ്സിനൊക്കെ കാണാൻ പറ്റും. ഇൻസ്റ്റയില് മെസ്സേജ് അമ്മേ. ഓക്കെ, ബി അല്ലെ, ഡ്യൂൺസ് എവിടെയാ? ശിവാലിക്കിലാണ്. ഓക്കെ, ഇവിടെ ഹിമാലയൻ റിവറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അത് ഏതാണ്? എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ ആണോ? ഹൈ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ ആണോ? ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ ഈസ് ലെസ് ആണോ? ഫ്ലോ ത്രൂ ഡീപ് ഗോർജസ് ആണോ? ഏതാ? ഓപ്ഷൻ സി അല്ലെ, ഇന്റൻസിറ്റി വളരെ കൂടുതൽ, ഇറോഷന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Identify the northern mountain range where the major hills situated such as Shimla, Darjeeling are located. അപ്പൊ ഈ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യോ? ആ സ്വിച്ച്. അപ്പൊ എന്താണ് ഷിംല, ഡാർജിലിംഗ് ഒക്കെ നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? ഓപ്ഷൻ സിയോ ബിയോ? എന്താ ഒന്ന് ഫിക്സ് ചെയ്. ഏതാ? സി അല്ലേ? സി. ഓക്കെ, യെസ്, ചൽ ഹിമാചൽ. Okay, identify the wrong statement about Ganga river. Ganga riverുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന wrong statement ഏതാ? Yamuna is a major tributary ആണോ? Originate from Gaumudki ആണോ? Joins Arabian Sea ആണോ? About 2500 kilometer ആണോ? Arabian Sea, right അല്ലേ? ഇതെവിടെയാ പോവാ? ബേ ഓഫ് ബംഗാളിലാണ് പോവാ. Okay, ഇനി which are the winter months in India? ഇന്ത്യയിലെ വിന്റർ മന്ത്സ് ഏതാ? അതെ, ഗംഗ ബേ ഓഫ് ബംഗാളിനുള്ളതാ. ഏതാ? ഡി. ഓക്കെ, ഗുഡ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. അങ്ങനെയാണെങ്കിൽ which is the oldest and the extensive physiographic division of India? ഏതാ ഓപ്ഷൻ? പോരട്ടെ, നീ പട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓപ്ഷൻ ബി ആണ്, പെനിൻസുലാർ പ്ലേറ്റോ ആണ് കേട്ടോ. ഓക്കെ, ഇനി ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. പറ, ഹൈയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. മൗണ്ട് K2. ഓക്കെ, യെസ്, ഓപ്ഷൻ സി ആണ്. ഇനി the physiographic division known as the storehouse of minerals. ഏത് physiographic division ആ storehouse of minerals എന്നറിയപ്പെടുന്നത്? ഏതാ? Again, peninsular plateau. Okay. ഇനി അടുത്തത്, identify the correct statement regarding the Tata Iron Steel Company. ഇതില് ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വേഗം ഒന്ന് ഓടിച്ചു നോക്കിക്കേ. എ ആണോ ഡി ആണോ? എ ആണോ? ഡി അല്ലേ?
ലാർജസ്റ്റ് അയണൈൻ ടാറ്റ അയണൈൻ സ്റ്റീൽ കമ്പനിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ലാർജസ്റ്റ് അയണൈൻ സ്റ്റീൽ പ്ലാന്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ ആണ് ടാറ്റ അയണൈൻ സ്റ്റീൽ കമ്പനി. ഓക്കെ, സോ വിച്ച് among the following is a mineral based industry? ഇതിൽ ഏതാണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി? ഏതാ? ഓപ്ഷൻ സി. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല, അയണൈൻ സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പബ്ലിക് സെക്ടർ അയണൈൻ സ്റ്റീൽ പ്ലാന്റ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് പബ്ലിക് സെക്ടർ അയണൈൻ സ്റ്റീൽ പ്ലാന്റ് ഇൻ ഇന്ത്യ. ഇതില് സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാൻ എന്തുണ്ടാവും? എ അല്ലെ, ഇന്ത്യൻ അയണൈൻ സ്റ്റീൽ കമ്പനിയാണ്. ഇന്ത്യൻ അയണൈൻ സ്റ്റീൽ കമ്പനിയാണ്. ഓക്കെ, ഇനി the Ganga Brahmaputra Delta region of West Bengal is known for പോരട്ടെ, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ റീജിയൻ ഏതാണ്? ജൂട്ട് കൾട്ടിവേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് which crop is known as universal fiber? Which crop is known as universal fiber? ഏതാ? Cotton, obviously. Okay, the leading rubber producing state in India. Leading rubber producing state in India ഏതാ? നമ്മൾ തന്നെയല്ലേ? Okay, Kerala. Fine. Which among the following is a cash crop? ഇതിൽ ഏതാണ് cash crop? C. കോട്ടൺ തിന്നില്ല. നിങ്ങൾ കോട്ടൺ തിന്നാറില്ല, പക്ഷെ അൽഫ സർ കോട്ടൺ തിന്നാറുണ്ടല്ലോ. അതെ, എല്ലാം തിന്നാറുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ അൽഫ സാറിനെ സംബന്ധിച്ചിടത്തോളം കോട്ടൺ ഫുഡ് ക്രോപ്പ് അല്ല, സോറി ഫുഡ് ക്രോപ്പ് ആണ്. സോ കോട്ടൺ ആണ് ക്യാഷ് ക്രോപ്പ്. അയ്യോ, ഞാൻ ആൻസർ ക്ലിക്ക് ചെയ്തു. ദ ക്രോപ്പിംഗ് സീസൺ ഇൻ ഇന്ത്യ ഫ്രം നവംബർ ടു മാർച്ച് ഏതാ? ഞാൻ കാണിച്ചു പോയില്ലേ? ആര്? ഹാഫിസ് എന്നൊന്ന് വിളിക്കാമോ? ഒരു ഹായ് തരുമോ? ആഹാ, കൊള്ളാലോ ഹാഫിസേ. പഠിച്ചു കഴിഞ്ഞോ നീ? ഹായ് ഒക്കെ തരാം. അതിന് മുമ്പ് ഞാൻ ചോദിക്കാം പഠിച്ചു കഴിഞ്ഞോ എന്നാ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പം നവംബർ ടു മാർച്ച് ഏതാണ്? നമ്മുടെ റാബി ആണ്. ഓക്കെ, നവംബർ ടു മാർച്ച്. അങ്ങനെയാണെങ്കിൽ മാർച്ച് ടു ജൂൺ ഏതാ? മാർച്ച് ടു ജൂൺ ഏതാ? അല്ലേ? ആൻഡ് ജൂൺ ടു ഏർലി നവംബർ ആണ്. ഏർലി നവംബർ ഖാരിഫ്. ഓർത്ത് വെച്ചോട്ടാ. ഓക്കെ, ഇനി ഡ്യൂറിംഗ് വിച്ച് സീസൺ ക്രോപ്സ് ലൈക്ക് കോട്ടൺ, ജൂട്ട്, മെയ്സ് ആർ കൾട്ടിവേറ്റഡ്? ഏത് സീസണിലാണ് കോട്ടണും ജൂട്ടും മെയ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? 1 ആണോ? ഖാരിഫ്. യെസ്, കഴിഞ്ഞു. മോഹഭംഗ മനസ്സിലെ. ഓക്കെ, ബൈ ഗായ്സ്. അപ്പം നമ്മുടെ ഒരു 1 ഇയർ ജേർണി അല്ലെ, സോഷ്യൽ സയൻസ് 1 ഇയർ ജേർണി നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? സോ ഇന്ന് രാത്രി വരെ ഇഷ്ടംപോലെ ഡൗട്ടൊക്കെ വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ലെ? നിങ്ങൾക്ക് ഇങ്ങനെ മിസ് അതെന്താ ഇതെന്താന്നൊക്കെ വന്നിട്ട് രാത്രി ചോദിക്കാറുണ്ട്. ഡൗട്ടുകളൊക്കെ ഇത്തിരി നേരത്തെ കാലത്തെ കംപ്ലീറ്റ് ചെയ്ത് നല്ലതായിരിക്കും. കാരണം ഞാൻ കുറേ ദിവസമായി ഒന്ന് മര്യാദ കുറഞ്ഞിട്ട്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മോഡല് അത് ഇതൊക്കെ നോക്കി എന്റെയും കുറെ വർക്കുകൾ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം അല്ലേ? സോ അതെ, നിവേദിത എല്ലാവരെയും മിസ് ചെയ്യുന്നു പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹരിഗോവിന്ദ് ഉണ്ടോ ഇവിടെ? ഹരിഗോവിന്ദ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഹലോ ഹരിഗോവിന്ദ് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെയിറ്റ്, നമുക്ക് നമ്മുടെ യൂട്യൂബ് എൻഡ് ചെയ്താലോ? കുറച്ച് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ കുറെ പേരുണ്ട്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. സോഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ മടിയുള്ളത് കൊണ്ട് ഇത്തിരി പാടുള്ള സബ്ജക്റ്റ് മാത്രമാണ്. അതർവൈസ് സോഷ്യൽ സയൻസ് നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇപ്പോ എല്ലാവരും അപ്പോ നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ ഒക്കെ പറയാം. ഓക്കെ, എന്തായാലും സോഷ്യൽ സയൻസ് ഈസി എക്സാം ആയിരിക്കും നാളെ.
അപ്പോ എല്ലാവർക്കും ഐ മീൻ നമ്മുടെ യൂട്യൂബില് കുറെ പേര് സഞ്ജയ് ഹായ്ഡാ ഓക്കെ ഐ ലവ് യു ലവ് യു ടു ഓക്കെ അപ്പം ഓക്കെ അതെ സോഷ്യൽ സിമ്പിൾ ആയിരിക്കും ഓഫ് കോഴ്സ് ഓക്കെ അപ്പൊ നമ്മള് യൂട്യൂബ് എൻഡ് ചെയ്യാം സർ ഓക്കെ സോ ബൈ ലവ് യു ഓൾ നോ അത് വേണ്ട ഓക്കെ അപ്പൊ ഹരിഗോവിന്ദനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ സർ ഹരിഗോ